ചെയ്തിട്ട് എൻ്റെ ഇൻവെൻട്രി പീപ്പിൾ ഇൻവെൻട്രി കറക്റ്റാണോ, എൻ്റെ പ്രോസസ്സ് അതിന് കേപ്പബിൾ ആണോ, ഓക്കെ, എൻ്റെ പ്രോഡക്റ്റ് അതിന് കേപ്പബിൾ ആണോ. ഒരു മീഡിയം ലെവൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു സെൽഫ് ചെക്ക് നടത്തിയാൽ നമുക്കറിയാൻ പറ്റും എൻ്റെ ഓർഗനൈസേഷന് കറണ്ട് ഹെൽത്ത് ചെക്കപ്പ് എന്താണ് സ്റ്റാറ്റസ്, ഈ പാരാമീറ്റേഴ്സ് വെച്ച്. ഹൂ ഇസ് യുവർ നെക്സ്റ്റ് ജനറേഷൻ, ആരാണ് നിങ്ങളുടെ അടുത്ത ജനറേഷൻ എന്ന് വെച്ചാൽ അവർ ജനറേഷനുമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് സെൽഫ് ചെക്ക്, എന്താണ് സെൽഫ് ചെക്ക് ചെയ്യേണ്ടത്? വലിയ സ്റ്റഡീസിനൊന്നും പോകണ്ട. ഈ 4 സാധനങ്ങളുണ്ടോ, ഈ 3 സാധനങ്ങളുണ്ടോ, മേളിലുള്ള ഈ പ്ലാനിങ്ങും താഴത്തെ പ്രോഗ്രസ്സും ഉണ്ടോ. 100 കോടിയിലേക്ക് എത്തണം എന്ന് എത്തണമെന്നും അറിയാം, എങ്ങനെ എത്തണമെന്നും അറിയത്തില്ല. ഈ എങ്ങനെ എത്തണമെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ ആദ്യം ഉണ്ടാവേണ്ട ഏതാണ്, എനിക്ക് ഏത് ഗോളിലേക്കാണ് എത്തേണ്ടത്, എപ്പോൾ എത്തണം. സർ നമസ്കാരം. നമസ്കാരം സർ, നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ MSME സെക്ടറുകളിൽ മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള വളരെ വലിയൊരു ഗ്രോത്ത് കണ്ടുവരുന്നുണ്ട്. ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങൾ അവരുടെ അടുത്തൊരു തലത്തിലേക്ക് കയറി വരാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ MSMEകളിലെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ അടുത്തൊരു ഗ്രോത്തിലേക്ക് കടക്കുമ്പോൾ ശരിക്കും അവർ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റേഴ്സ് സാറിൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് സാർ? ബേസിക്കലി MSMEകളുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണർ അയാളുടേതായ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സർവീസോ പ്രോഡക്റ്റോ മാർക്കറ്റിലേക്ക് ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊരു അടുത്ത സ്കെയിലിലേക്ക് പോകുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു, ടേൺ ഓവർ ജനറേറ്റ് ചെയ്യുന്നു, ഒബിയസ്ലി ഗ്രോ ചെയ്യുന്നു. പക്ഷേ അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു പ്രൊഫഷണൽ അപ്രോച്ച്, ഒരു പ്രൊഫഷണലായിട്ട് ചില ആംഗിളിൽ നിന്ന് അതിനെ ഒന്ന് കാണേണ്ടതുണ്ട്. ബേസിക്കലി എല്ലാവർക്കും എല്ലാ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ കീപ്പ് ഓൺ ഗോയിങ് ആണ്. അവർ ഒരിക്കലും അവർക്ക് റെസ്റ്റ് ഇല്ല. ദേ ആർ ഗോയിങ് ബിയോണ്ട് ദി എക്സ്പെക്റ്റേഷൻസ് എന്നുള്ള രീതിയിലാണ് ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനെ ചേസിങ് ആണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് പ്ലാനിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഈ ബേസിക്സ് ഓഫ് മാർക്കറ്റിങ്ങിലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ, ഞാൻ ടെക്നിക്കലായിട്ട് പറയുകയല്ല, പഠിക്കുന്നത് പോലെ തന്നെ അതിനകത്ത് നമ്മൾ പ്രോഡക്റ്റ് പ്ലേസ്, പ്രൊമോഷൻ, പ്രൈസിങ് ഒക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടൊരു ഓർഗനൈസേഷനിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് പ്രധാന ഒരു 3 പീസുണ്ട്. 3 പീകൾ. അതിൽ ഫസ്റ്റ് വരുന്നത് പീപ്പിളാണ്, ദെൻ അതിൻ്റെ പ്രോസസ്സാണ്, ദെൻ അതിൻ്റെ പ്രോഡക്റ്റാണ്. ഇതിനകത്ത് ഡിബേറ്റബിളാണ്, പലർക്കും പല എൻ്റെ ഓർഡർ ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. സാർ പറയുന്നത് പീപ്പിള്, പ്രോസസ്സ്, പ്രോഡക്റ്റ്. ഓക്കെ, പീപ്പിൾ, പ്രോസസ്, പ്രോഡക്റ്റ്. ഇതാണ് നമ്മൾ മാർക്കറ്റിംഗിൽ 4P പറയുന്നത് പോലെ തന്നെ ഓർഗനൈസേഷൻ ഓവറോൾ വ്യൂവിനെ നമ്മൾ കാണുമ്പോൾ, പർവ്യൂവിനെ കാണുമ്പോൾ അതിനെ നോക്കി കാണാൻ വേണ്ടി ഓർഗനൈസേഷൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, ഇതിന് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി ഇതിന് എന്തോരം കേപ്പബിലിറ്റീസ് ഉണ്ട്, ഒരു എലിജിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ സ്റ്റാറ്റസ്, എവിടെ നമുക്ക് എന്ത് കറക്ഷൻസ് നടത്തിയാലാണ് അടുത്ത ലെവലിലേക്ക് പോകാനുള്ളൊരു മെച്യൂരിറ്റി ഉണ്ടാകുന്നത്. എല്ലാ ഓർഗനൈസേഷനിലും മെച്യൂരിറ്റി ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ മെച്യൂരിറ്റി എന്താണെന്ന് അറിയാതെ, എന്താണ് കറണ്ട് സ്റ്റാറ്റസ് എന്ന് അറിയാതെ ഒരിക്കലും നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റത്തില്ല. സാർ, ഈ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ അത് എന്തൊരു ആസ്പെക്റ്റിലാണ് സാർ ശരിക്കും? പീപ്പിളിൻ്റെ മെച്യൂരിറ്റി, നമ്മുടെ ആ ഓർഗനൈസേഷൻ്റെ ഓവറോൾ മെച്യൂരിറ്റി എന്ന് പറയുന്ന പല ആട്രിബ്യൂട്ട്സിൽ ചേരുന്നതാണ് ആ ഓവറോൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് മെച്യൂരിറ്റി, അവിടെ കൂടെയുള്ള പീപ്പിൾ മെച്യൂരിറ്റി, ഐ മീൻ ടീം മെച്യൂരിറ്റി. ഓക്കെ, മാൻ പവർ ഒബിയസ്ലി മാൻ പവർ. അപ്പോൾ കാര്യം പീപ്പിൾ ഒരു വലിയ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. യു ടേക്ക് എനി ഓർഗനൈസേഷൻ, അവിടെ ആ ഓർഗനൈസേഷൻ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയതും ആ ഓർഗനൈസേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതും ഒക്കെ ഉണ്ടായിട്ടും അത് മാനേജ് ചെയ്യുന്നതും എല്ലാം തന്നെ നമുക്ക് പീപ്പിൾ സെൻറ്ററായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളത് പറയുന്നത് കൂടുതൽ HR ആംഗിളിലാണ് പറയുന്നത്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ സെക്ഷനിലേക്ക് വരാം. അപ്പോൾ ബ്രോഡ് കോൺസെപ്റ്റ്സിൽ പീപ്പിൾ, പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ്, ഇതാണ് നമ്മൾ ബ്രോഡ് കോൺസെപ്റ്റ്. ഇതിനെ സാൻഡ്വിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം അതിൻ്റെ മേളിലൊരു പ്ലാനിംഗ് ഉണ്ട്. പ്ലാനിങ്ങിൻ്റെ താഴെയാണ് ശരിക്കും പറഞ്ഞാൽ പീപ്പിൾ വരുന്നത്, അതിൻ്റെ താഴെയാണ് പ്രോസസ്സ് വരുന്നത്, അതിൻ്റെ താഴെയാണ് പ്രോഡക്റ്റ് വരുന്നത്, then to progress. അപ്പം മേളിലെ ഉള്ള ഒരു പ്ലാനിങ്ങും പ്രോഗ്രസ്സിനെയും എന്ത് ചെയ്യും, നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സ്പാർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ക്രിട്ടിക്കൽ എലമെൻ്റാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഈ 3 പീസാണ്. അത് പ്ലാനിങ്ങിൻ്റെയും പ്രോഗ്രസിന്റെയും നടുക്ക് വരുന്ന സാൻഡ്വിച്ച് ആണ്. ശരിക്കും ഇതിനെ സാൻഡ്വിച്ച് അപ്രോച്ച് തന്നെ പറയാം. സാൻഡ്വിച്ച് കാര്യം അത് കറക്റ്റായിട്ടൊരു കോമ്പിനേഷനിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമ്മളൊരു സാൻഡ്വിച്ച് കഴിക്കുന്ന ഫീൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു സ്റ്റോറിയാണ്, ഇത് ശരിക്കും ഒരു ഫീലാണ്. അപ്പോൾ ഓരോ നേരത്തെ ഹാഷ്ലി ചോദിച്ചതുപോലെ ഓരോ ഓൺട്രപ്രണറും ഒരു സെൽഫ് ചെക്ക് നടത്തണം. ഓക്കെ, എൻ്റെ പീപ്പിളിൻ്റെ സ്കോർ എത്രത്താണ്,
പീപ്പിളിൻ്റെ സ്കോർ, അതായത് എൻ്റെ ഓർഗനൈസേഷൻ്റെ പീപ്പിളിൻ്റെ ടോട്ടാലിറ്റിയിൽ ഒരു എത്ര സ്കോർ എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഈ സ്കോറിനെ നമ്മൾ മെഷർ ചെയ്യണം. ഏത് ബേസിസിലാണ് മെഷർ ചെയ്യുന്നത്, അത് ഏതൊക്കെ പാരാമീറ്റേഴ്സ്, ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്. എല്ലാ ഓൺടർപ്രണേഴ്സിനും നമ്മൾ അവരുടെ മെൻ്റൽ കാൽക്കുലേഷൻ ഇത് ബേസിക്കായിട്ട് ഉണ്ടാക്കാം. ഇനി സയൻറ്റിഫിക് ആയിട്ട് മെഷർ ചെയ്യുന്ന ടൂളുകളും അവൈലബിൾ ആണ് പ്രാക്ടിക്കലി. അതുകൂടാതെ പ്രോസസ്സ് എത്രത്തോളം നല്ലതാണ്, പ്രോസസ്സിൽ എന്തോ ഒരു മെച്യൂരിറ്റി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രോസസ്സ് എന്ന എല്ലാ സ്ഥലത്തും പ്രോജക്റ്റ് റിക്രൂട്ട്മെന്റ് ഈസ് എ പ്രോസസ്. തീർച്ചയായിട്ടും. ഓക്കെ, ഒരു കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ്. ഓക്കെ, പ്രൊഡക്ഷനിൽ ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്ത് കസ്റ്റമറിന്റെ അടുത്തേക്ക് എത്തുന്നത് ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സുകളെല്ലാം എത്രത്തോളം എനിക്ക് മെച്യൂരിറ്റി ഉണ്ട്, എങ്ങനെയാണ് അതിനകത്ത് ലൂപ്പ് ഹോൾസുകൾ വല്ലതും ഉണ്ടോ, എവിടെ ഗ്യാപ്പുകളുണ്ടോ. അപ്പം നമ്മൾ എപ്പോഴും ചോദിക്കണം. FAQയും RAQയും ഉണ്ട്. അതായത് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കണം. റെയർലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ RAQ ഉണ്ട്. റെയർലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അത് നമ്മളോട് തന്നെ ചോദിക്കണം. ഒരു ഓൺടർപ്രണർ തോട്ട് പ്രോസസ് ഇന്നുകൊണ്ടാണ് എനിക്ക് സംസാരിക്കുന്നത്. കാര്യം ഫസ്റ്റ് തോട്ട് പ്രോസസ്സുകൾ ഉണ്ടാകേണ്ടത് ഓൺടർപ്രണറിന്റെ മൈൻഡ് സെറ്റിലാണ് ഉണ്ടാകുന്നത്. കാര്യം ഹീസ് എ സെന്റർ ഓഫ് അട്രാക്ഷൻ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. ഹീസ് ദ DNA ഓഫ് ദി ഓർഗനൈസേഷൻ. കൂടെ വരുന്നവരെല്ലാം ഈ DNA അല്ലെങ്കിൽ ഈ സെന്റർ ഓഫ് അട്രാക്ഷനിലോ അട്രാക്റ്റഡ് ആയിട്ട് കൂടുതൽ. അപ്പോൾ ഹീസ് ദ സെന്റർ ഓഫ് ദി പോയിന്റ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ തോട്ട് പ്രോസസ്സുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീപ്പിളിന് എത്ര സ്കോർ കൊടുക്കാം, പ്രോസസ്സിന് എത്ര കൊടുക്കാം, എൻ്റെ പ്രോഡക്റ്റിനോ സർവീസിനോ, നമ്മളൊരു സർവീസ് പറയുന്നില്ല, പ്രോഡക്റ്റും സർവീസും ഒറ്റയായിട്ട് നമ്മൾ ടാബ് ചെയ്തിരിക്കുകയാണ്. പ്രോഡക്റ്റിനോ സർവീസിനോ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇതിനെ ഒരു സെൽഫ് ചെക്ക് നടത്തിയാൽ അറിയാൻ പറ്റും എൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്. ഓക്കെ, മനസ്സിലായി. അതായത് ഒരു സ്ഥാപനം അവരുടെ അടുത്ത ലെവലിലേക്ക് വളരുക എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ 3 കാര്യങ്ങളെ അനലൈസ് ചെയ്ത് അതിൻ്റെ സ്കോറിലൂടെയാണ്. അപ്പോൾ ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് പീപ്പിൾ, പ്രോസസ്, പ്രോഡക്റ്റ്. അത് ശരിക്കും അവർ ഓർഡർ തന്നെയാണ്. ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിലാണെങ്കിൽ ചിലപ്പോൾ അവർ പറയും പ്രോഡക്റ്റ് ഫസ്റ്റ് എന്ന് പറയും. അതൊക്കെ ഡിബേറ്റബിൾ ആണ് ശരിക്കും പറഞ്ഞത്. ശരി, ടോട്ടാലിറ്റിയിൽ പീപ്പിൾ തന്നെയാണ്. നല്ല പീപ്പിൾ ഉണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് ഉണ്ടാവും, നല്ല പീപ്പിൾ ഉണ്ടെങ്കിൽ നല്ല പ്രോസസ്സും ഉണ്ടാവും. മനസ്സിലായി? അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ എനിവേ നമ്മൾ HR കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് HR ഏരിയയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. അവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം പീപ്പിൾ മേക്സ് ഡിഫറൻസ്. ഇനി എപ്പോഴും ഒരു ഓർഗനൈസേഷൻ അടുത്ത ലെവലിലേക്ക് വളരുന്നതിനെ പറ്റിയാണല്ലോ ഹാഷ് ചോദിക്കുന്നത്. അടുത്ത ലെവലിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന തോട്ട് പ്രോസസ്സിനും ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും സഫീഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നല്ല DNA ഉള്ള കോൺസെപ്റ്റ്സുകളുള്ള ആൾക്കാർ കൂടുമ്പോഴാണ് ഇത് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അവിടെ റിക്രൂട്ട്മെന്റ് അല്ല, ശരിക്കും ഒരു ടീമാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓൺടർപ്രണറിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്കിൽ സെറ്റ് ആൾക്ക് വേണ്ടത് ഒബിയസ്ലി അദ്ദേഹം തുടക്കത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ നല്ല എഫേർട്ടുകളൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കി, പ്രോഡക്റ്റോ സർവീസോ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് പോയി അതിനൊന്ന് ക്ലിക്കായി ഒക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിങ് വരുന്നത്. അത് ഒരു നല്ല ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് എല്ലാ ഓൺടർപ്രണറിൻ്റെയും അടിസ്ഥാനപരമായ തോട്ട് പ്രോസസ്സാണ്. അതായത് ക്യാഷ് ഫണ്ട് അല്ല, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് വളരാനുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്ക് അപ്പുറത്തേക്ക് ഇത് വളർത്തണം. കറക്റ്റ്. അപ്പൊ ആ യാത്രയിൽ കുറെ നല്ല ആൾക്കാർ വരികയും കൂടുകയൊക്കെ ചെയ്യും. അപ്പൊ അവിടെ എല്ലാം ഈ പറയുന്ന പീപ്പിൾ എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. അപ്പൊ കൂടെയുള്ള ആൾക്കാരുടെ കപ്പാസിറ്റി, കാലിബർ, ഇതൊക്കെ അല്ലെങ്കിൽ അവരുടെ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആണോ. എന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10-15 കോടി രൂപ ടേൺ ഓവർ ചെയ്യുന്ന ആളായിരിക്കും. അയാൾ ഒരു 50-100 കോടി രൂപ ടേൺ ഓവർ കൊണ്ട് ഈ സ്കിൽ സെറ്റ്, ഈ ഇൻവെൻട്രി, പ്രൊഡക്ഷണൽ ഇൻവെൻട്രി ഉണ്ടാവുന്നത് പോലെ തന്നെ പീപ്പിൾ ഇൻവെൻട്രി, എൻ്റെ കയ്യിലുള്ള പീപ്പിൾ ഇൻവെൻട്രി അതിന് സഫീഷ്യൻ്റ് ആണോ അല്ലേ. ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിനെ പലപ്പോഴും ഒരു ഫാക്ടറിയുടെ പാരാമീറ്റർ ആയിരിക്കാൻ നോക്കുന്നത്. അപ്പോൾ ആ ഫാക്ടറിയോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള ആളുകൾ ഈ ഗ്രോത്തിന് പീപ്പിൾ ഇൻവെൻട്രി. ആ പീപ്പിൾ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഡക്റ്റിൽ പല ഗ്രേഡും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെ തന്നെ പല ഗ്രേഡിലുള്ള, പല സ്കിൽസിലുള്ള, പല കപ്പാസിറ്റിയുള്ള പീപ്പിൾ ഇൻവെൻട്രി നമുക്കുണ്ടോ ഇല്ലെന്ന് നോക്കണം. ബേസിക്കലി ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പീപ്പിളിനെ നമുക്ക് ഇൻവെൻട്രി ആയിട്ടൊന്നും പറയാനൊന്നും ശരിക്കും ടെക്നിക്കൽ സ്പീക്കിംഗ് പറയുന്നത് ശരിയല്ല, തെറ്റാണ്. എങ്കിൽ പോലും ഒരു ഇൻവെൻട്രി ആണത്. കാര്യം എനിക്ക് എൻ്റെ എന്താ പറയുക അടുത്ത ലെവൽ GTM ഗോ ടു മാർക്കറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഇൻവെൻട്രി, പീപ്പിൾ ഇൻവെൻട്രി കറക്റ്റ് ആണോ, എൻ്റെ പ്രോസസ്സ് അതിന് കേപ്പബിൾ ആണോ, എൻ്റെ പ്രോഡക്റ്റ് അതിന് കേപ്പബിൾ ആണോ. പ്രോഡക്റ്റ് എന്തായാലും കേപ്പബിൾ ആയിരിക്കും. കാര്യം ഈ പ്രോഡക്റ്റ് കേപ്പബിൾ ആയതുകൊണ്ടാണല്ലോ ഒരു ഓൺടർപ്രണർ സക്സസ് ലെവലിലേക്ക് പോകും. പ്രോഡക്റ്റ് ഓർ സർവീസ് കേപ്പബിൾ ആയിരിക്കും. പക്ഷേ ഇനി അതിന് വേണ്ടത് വാല്യൂ അഡീഷൻ ആണ്. മനസ്സിലായി? അത് നല്ല പീപ്പിളും നല്ല പ്രോസസ്സും വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പീപ്പിൾ വിൽ മേക്ക് ദ ട്രിഗർ. നമ്മൾ ഇന്ന മാർക്കറ്റിലേക്ക് പോകുകയാണ്, നമ്മൾ ഇന്ന പ്രോഡക്റ്റിലേക്ക് പോകുകയാണെന്ന് പറയാം. വാല്യൂ അഡീഷൻ അവിടെ തന്നെ. അപ്പോൾ അത് ഒരു കോർ ടീം ഡെവലപ്പ് ചെയ്യും. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോർ.
അവിടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഓൺട്രപ്രണർ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ DNA ആണ് അതിന് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം വാല്യൂ അഡീഷൻസ് ആണ് വരുന്നത്. മനസ്സിലായി. അപ്പോൾ സാർ ശരിക്കും ഈ ഒരു 3 ഫാക്ടേഴ്സിനെ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 3 Ps എന്ന് പറയുന്നൊരു ഫാക്ടറിനെ എടുത്താൽ എന്തായിരിക്കണം ശരിക്ക്? ഇപ്പോൾ ഇതിൻ്റെ ഒരു പാരാമീറ്റർ എടുക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി ലെവൽ റെഡി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനും അതുപോലെ തന്നെ മെച്യൂരിറ്റി ലെവൽ ഇനിയും കൂട്ടിക്കൊണ്ടുവരുന്നൊക്കെ പറയുന്ന ആ ഒരു പാരാമീറ്ററിനെ എങ്ങനെ ശരിക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റും? അത് ബേസിക്കലി നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എപ്പോഴും ഒരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കിൽ ആണല്ലോ പ്രോഡക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എത്ര കസ്റ്റമർ റിവ്യൂ കിട്ടി, കസ്റ്റമർ റിവ്യൂസ്, ഓക്കെ, അതിൽ എത്ര പോസിറ്റീവ് റിവ്യൂസ് കിട്ടി, ഓക്കെ, അതിൽ എന്തൊക്കെ സജഷൻസ് ഉണ്ടായി, ഇതിൻ്റെയൊക്കെ ഒരു ക്വാണ്ടം നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ. അതേ കണക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോക്കൽ ലെവൽ സൗത്ത് ഇന്ത്യൻ ലെവലിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നൊരു കമ്പനിയാണ്. നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് അടുത്ത വേറൊരു മാർക്കറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എക്കോസിസ്റ്റം നമ്മുടെ പ്രോസസ് ഓറിയൻറ്റഡ് എക്കോസിസ്റ്റവും നമ്മുടെ ടീമിനും ഇതിപ്പം മാനേജ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് മാനേജ് ചെയ്യണമെങ്കിൽ എന്താണ് ഗ്യാപ്പ്? ഓക്കെ. ഇതിലൊക്കെ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനെല്ലാം മെഷർ ചെയ്യണം. ഇതിനെല്ലാം നമ്മൾ ഈ ഇമോഷണൽ ഫിഗേഴ്സ് വെച്ച് ഒരിക്കലും ഇതിനെ ഒന്നും ജഡ്ജ് ചെയ്യരുത്. ഇതിനെല്ലാം മെഷർ ചെയ്യുക. ഇതിനെല്ലാം മെഷർ ചെയ്യാനുള്ള ടൂളുകളുണ്ട്. ബേസിക്കലി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 അപ്രോച്ചാണുള്ളത്. എല്ലാവർക്കും അറിയാവുന്നത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആൾറെഡി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് മെഷർമെൻറ്റ്സുകൾ കിട്ടും. ഓക്കെ. ക്വാളിറ്റേറ്റീവായിട്ട് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് മെഷർമെൻറ്റുകൾ കിട്ടത്തില്ല. അപ്പം എനിത്തിങ് ക്യാൻ ബി മെഷേർഡ്. സർ എനിക്ക് തോന്നുന്നു ഞാൻ സാറ് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് എനിത്തിങ് ക്യാൻ ബി മെഷേർഡ് എന്ന് പറയുന്നത്. ഏതോ ഒരിക്കൽ സാറ് തന്നെ ഒരു സദസ്സിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ മണമടക്കം നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. ശരിക്കും എനിക്കതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് കൂടെ മേ ബി എങ്ങനെയാണ് സാർ ഇതിനെയൊക്കെ എനിത്തിങ് ക്യാൻ ബി മെഷേർഡ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം? നമ്മൾ ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്നത് ക്വാണ്ടിറ്റേറ്റീവ് പാരാമീറ്റേഴ്സിൻ്റെ മെഷർമെൻ്റാണ് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഹൈറ്റ് അല്ലെങ്കിൽ എന്താണ് വിഡ്ത്ത്, ലെങ്ത്, ബ്രെഡ്ത്ത് ഇങ്ങനെയൊക്കെ ഉള്ളതിനെ പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജോ മീനോ മീഡിയോ സെൻട്രൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പല രീതിയിൽ നമുക്ക്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് എ മെഷർമെൻറ്റ്. ഓക്കെ. അതാണ് ഞാൻ ഹാഷ്ലി ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ റോസാപ്പൂവിൻ്റെ മണം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അപ്പം ക്വാളിറ്റേറ്റീവ് പാരാമീറ്റേഴ്സ് എല്ലാം ഒരു റിലേറ്റീവ് മെഷേഴ്സാണ്. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തന്നെ ക്ലയൻസ് ഉണ്ടല്ലോ വുഡിൽ വർക്ക് ചെയ്യുന്നതാണ്. നിലമ്പൂർ വുഡ് ഈ സൂപ്പർ ദാൻ മെനി അതർ ഏരിയ. ഈ നിലമ്പൂർ ടീക്ക് വുഡ് എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിനൊരു മെഷർമെൻറ്റുകളുണ്ടായി, ആട്രിബ്യൂട്ട്സുകളുണ്ടായി. അതാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിനെ ആട്രിബ്യൂട്ട്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഒരു ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യൻ നമുക്ക് അതിനെ സഹായിക്കും. ഓക്കെ. റിസർച്ചിൽ ബേസിൽ നടക്കുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ. ക്വാളിറ്റേറ്റീവ് റിസർച്ചും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ഉണ്ട്. അപ്പം ആറ്റിറ്റ്യൂഡ് നമുക്കൊരു ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ HR കണക്ട് ചെയ്യും. ആറ്റിറ്റ്യൂഡ് ഇസ് എ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഫോർ ഓഫ് എ പേഴ്സൺ, ഞാൻ ഓർഗനൈസേഷൻ. അവൻ്റെ ആറ്റിറ്റ്യൂഡ് മോശമാണെന്ന് ഒരാൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അയാൾ അവൻ്റെ ആറ്റിറ്റ്യൂഡ് മോശമാണെന്ന് പറഞ്ഞത്? There should be an incidents, many incidents. ഫോർ എക്സാമ്പിൾ അയാളുടെ ബോസിനോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒരു നടക്കാൻ പറ്റുന്ന ഒരു കാര്യം അവൻ്റെ ബോസ് പറഞ്ഞപ്പോഴത്തേക്ക് പറ്റില്ല എന്ന് സമ്മറി റിജക്ട് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് എൻ ആറ്റിറ്റ്യൂഡ് ഇഷ്. കാര്യം അതിന് റിജക്ട് ചെയ്യാനുള്ള ഒരു വാലിഡ് റീസൺ കാണത്തില്ല. അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടോ അപ്രോച്ച് കൊണ്ടോ അവൻ്റെ ഒരു ലെതാർജിക് അപ്രോച്ച് കൊണ്ടോ മടി കൊണ്ടോ വാട്ട് മേ ബി ഹി ഈസ് റിജക്റ്റിംഗ് ഇറ്റ്, ഈസ് ഓപ്പോസിങ് ഇറ്റ്. അങ്ങനെ മെനി ഈവൻസുകൾ, മെനി ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ജോയിൻ്റ് ആയിട്ട് ഒരു കോളിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. 10 മണിക്ക് എല്ലാവരും വരണമെന്ന് പറയുന്നു. ഈ പറയുന്ന പർട്ടിക്കുലർ ആൾ വരുന്നില്ല. ഇത് പല റീസൺസ് കാണുമായിരിക്കും. അതെ, കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ് അയാൾക്ക് അതിനൊരു റിലക്റ്റൻസ്. അപ്പോൾ റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ പല മെത്തേഡുകൾ വെച്ചിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻസ് നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. മനസ്സിലായി? He is a trustworthy person. Trustworthiness is a qualitative parameter. നമ്മൾ എങ്ങനെയാണ് ട്രസ്റ്റ്വർത്തി പറയുന്നത്? അതിന് നമുക്ക് ഇൻസിഡൻസ് ഈവൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നത്. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട് നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇത് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഈസ് ദെയർ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പ്രിഡിക്റ്റ് അനലിറ്റിക്സിൽ ഫോർകാസ്റ്റ് ചെയ്യാം. അപ്പോൾ 3 പേര് ഒരേ കണക്ക് ടാസ്ക് കൊടുക്കുന്നു. നമ്മൾ പറയുന്നു എക്സാമ്പിൾ ഹാഷിലിനും ബാബുവിനും അല്ലെങ്കിൽ സുരേഷിനും ഒരു ടാസ്ക് കൊടുക്കുന്നു. ബാബു അത് ചെയ്യാനുള്ള സാഹചര്യം കുറവാണ്, ഫിനിഷ് ചെയ്യാനുള്ള സാഹചര്യം കുറവാണ്. വൈ? ബിക്കോസ് ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, ഹിസ്റ്റോറിക്കൽ പാറ്റേൺ വെച്ച് ഡിഫറെൻറ്റ് ഇൻസിഡൻസ്. ഡിഫറെൻറ്റ് ഇൻസിഡൻസ് അത് ചിലപ്പം അത് പുള്ളി ചെയ്ത് കൂടാതിരിക്കാൻ നിർബന്ധമൊന്നും ചിലപ്പോൾ ചെയ്തേക്കാം. പക്ഷേ കൺസിസ്റ്റൻസി, അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നല്ല ക്വാളിറ്റി. പക്ഷേ നമ്മൾ ആ മെഷർമെൻറ്റ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് പാരാമീറ്ററിലും ക്വാണ്ടിറ്റേറ്റീവ് പാരാമീറ്ററിലും നമുക്ക് മെഷർമെൻറ്റ്സുകൾ എടുക്കാം. അത് സ്റ്റേറ്റ്മെൻറ്റ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. എനിത്തിങ് ക്യാൻ ബി മെഷേർഡ്. If you cannot measure, you cannot judge it.
ഓക്കെ. നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഈ പറയുന്ന പീപ്പിളിൻ്റെ സ്കിൽ സെറ്റും പീപ്പിളിൻ്റെ മെഷർമെൻറ്റും പ്രോസസ്സിൻ്റെ മെഷർമെൻറ്റും പ്രോഡക്റ്റിൻ്റെ മെഷർമെൻറ്റും നമുക്ക് എടുക്കാം. നമുക്ക് എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്താ പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ലൈനിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ. അതിനെ വിത്ത് റെസ്പെക്ട് ടു സെയിം ഡൊമൈനിലുള്ള കമ്പനികളോട് നമുക്ക് കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ കോമ്പറ്റീറ്റർ അനലിറ്റിക്സിലേക്ക് നമുക്ക് പോകാം. അപ്പം നമുക്ക് അറിയാൻ പറ്റും, ഞാൻ ഇത്രയും കൂടെ ഇനി ഇതിനകത്ത് ഗ്രോ ചെയ്യാനുണ്ട്, ഇത്രയും കൂടെ ഗ്രോ ചെയ്താലാണ് എനിക്ക് അടുത്ത GTM ഗോ ടു മാർക്കറ്റ് അല്ലെങ്കിൽ അടുത്ത ഗ്രോത്തിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഇവിടെ എല്ലാം തോട്ട് ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? ആ ഓൺട്രപ്രണറിൻ്റെ വിഷ്വലൈസേഷനും ഓൺട്രപ്രണർഷിൻ്റെ ഗോൾ സെറ്റിങ്ങിൽ നിന്നുമാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ആ ട്രാവൽ പോയിന്റിൽ, ആ ഗോൾ പോയിന്റിൽ നിന്നും ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ഗ്യാപ്പുകൾ ഇത് പറഞ്ഞു തരും. ഇത് മാത്രമൊന്നുമല്ല ആട്രിബ്യൂട്ട്സ്, പക്ഷേ പ്രിഡോമിനൻ്റ്ലി ഒരു മീഡിയം ലെവൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു സെൽഫ് ചെക്ക് നടത്തിയാൽ നമുക്കറിയാൻ പറ്റും എൻ്റെ ഓർഗനൈസേഷൻ്റെ കറണ്ട് ഹെൽത്ത് ചെക്കപ്പ് എന്താണ് സ്റ്റാറ്റസ്, ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട്. വേറെ ഒത്തിരി പാരാമീറ്റേഴ്സ് ഇതിനകത്ത് ഫാക്ടേഴ്സാണ്. പക്ഷെ എന്നാലും നമുക്ക് പ്രിഡോമിനൻ്റ്ലി വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇതൊന്ന് ഫ്രെയിം ഔട്ട് ചെയ്യണം. അപ്പോൾ സാർ ഇപ്പോൾ ഇതിൽ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യം വരികയാണ്. പലപ്പോഴും പല ആളുകളും പ്രൊഫഷണലി മേ ബി ആ ഒരു ബിസിനസ് തുടങ്ങി അതിൽ നിന്നും മുന്നോട്ടേക്കുള്ള യാത്രയിലാണ് ഇതൊക്കെ കൂടെ വരുന്നത്. കറക്റ്റ്. അപ്പോൾ ശരിക്കും ഒരു MSME സെക്ടറിലുള്ള ഇത്തരമൊരു സ്ഥാപനത്തിന് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ചുകൾ പലപ്പോഴും ഒരു കയ്യെത്തും ദൂരത്ത് ആവാത്ത സിറ്റുവേഷൻസും പലപ്പോഴും വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം പ്രൊഫഷണലുകളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ അപ്രോച്ചുകളോ എങ്ങനെയാണ്, ബിക്കോസ് മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതൊന്നും എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും ഇവർക്ക്? ഏത് രീതിയിലാണ് ഇതിനെയൊക്കെ അവരോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുക? നമ്മളും പല ഓൺട്രപ്രണേഴ്സുമായിട്ട് അക്രോസ് ലെങ്ത് സംസാരിക്കുമ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായി വരാറുണ്ട്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു സ്മാൾ സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്ത് അയാളുടെ തന്നെ ചില പ്രധാനപ്പെട്ട സ്കിൽ സെറ്റുകൾ, ഒരു ഓൺട്രപ്രണർ പ്രധാനമായിട്ട് അയാളുടേതായ ആളിൻ്റെതായ ചില സ്കിൽ സെറ്റുകൾ കാണും. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണറെ സ്മാൾ സ്കെയിൽസ് അല്ലെ MSMEയിൽ മൈക്രോ ലെവലിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്മാൾ സ്കെയിലിൽ എടുത്തു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലായിരിക്കും പ്രിഡോമിനൻ്റ്ലി എക്സ്പെർട്ടൈസ് ആയിരിക്കുന്നത്. മാനുഫാക്ചറിങ്ങിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പേഴ്സൺ ആയിരിക്കും. ഒരു ട്രേഡിംഗ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ഒരു സെയിൽസ് ആസ്പെക്ട്സിൽ മാർക്കറ്റിംഗ് ആസ്പെക്റ്റിലാണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ ബ്രാൻഡിങ്ങും ചെയ്യും, ബ്രാൻഡിങ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഒരു ഓവറോൾ ഐഡിയയിൽ ആ ഒരു ഗ്രോത്ത് പാറ്റേൺ അതൊക്കെ മതി. പക്ഷെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴാണ് പുള്ളിക്കാരന് അല്ലെങ്കിൽ ആ ഓൺട്രപ്രണറിന് ഈ പല ചെറിയ ചെറിയ സർവീസുകൾ കൊടുക്കുന്ന ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓൺട്രപ്രണറിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റിക് ഫാക്ടേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ടീമിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അവിടെ നേരത്തെ ഹാഷ്ലി ചോദിച്ചു പോയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഓൺട്രപ്രണർ ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അവിടെയാണ് കൺസൾട്ടിംഗ് എന്നും മെൻറ്ററിംഗ് എന്നും പറഞ്ഞ രണ്ട് ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലേക്കുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരു ഫങ്ഷണറീസാണ്. കൺസൾട്ടിംഗ് മെൻറ്ററിംഗ് എന്ന് പറയുന്നത്. മെൻറ്ററിംഗ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ആരെ മെൻറ്റർ ചെയ്യുന്നു? സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഡെവലപ്പ് ചെയ്യേണ്ട ഓൺട്രപ്രണറിനെ മെൻറ്റർ ചെയ്യുന്നു, മെൻറ്ററിംഗ് കൊടുക്കുന്നു, കോച്ചിങ് കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ചിന്തിക്കണം, ഇതാണ് നമ്മുടെ ഗ്രോത്ത് പ്ലാൻ. വൈറ്റ് ബോർഡൊക്കെ നമുക്ക് ഉണ്ടാക്കി നമുക്ക് അതിനനുസരിച്ച് അവരെ കൊണ്ടുപോകാൻ പറ്റും. ഒരു വിഷനോട് ഓറിയന്റഡ്. എനിക്ക് എവിടെയാണ് എത്തേണ്ടത്, എപ്പോഴാണ് എത്തേണ്ടത്, എങ്ങനെയാണ് എത്തേണ്ടത്. ചിലപ്പോൾ എങ്ങനെയാണ് എത്തേണ്ടതെന്ന് ക്ലാരിറ്റി കാണത്തില്ല. വേണ്ട, അയാൾക്ക് വേണ്ടത് അവിടെ എത്തണം എന്നുള്ള ഒരു ധാരണയാണ് ആദ്യം വേണ്ടത്. മനസ്സിലായി? എങ്ങനെ എത്തണമെന്ന് സഹായിക്കാനാണ് ഈ പറഞ്ഞ എക്കോസിസ്റ്റം മൊത്തം അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത്. എപ്പോൾ എത്തണമെന്നും അയാൾക്ക് തീരുമാനിക്കാം. ഫോർ എക്സാമ്പിൾ പറയാമല്ലോ, ചില കമ്പനികൾ ഓപ്പണായിട്ട് പറയാറുണ്ട് 2030 എനിക്കൊരു 100 crore കമ്പനി ആവണം. ഇപ്പം ചെയ്യുന്നത് ചിലപ്പോൾ 10 കോടി 12 കോടി ആവത്തുള്ളൂ. ആൾക്കത് കാണാൻ പറ്റണം. മനസ്സിലായി? അവിടെ എത്തണം 2030. അതായത് അവിടെ മെഷർമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2030 എന്ന് പറഞ്ഞൊരു ഒരു ടൈം ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെ എത്തണം. അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 5 കോടിയോ 10 കോടിയോ 15 കോടിയോ 25 കോടി നിൽക്കുന്ന ഞാൻ എന്ത് സ്പീഡിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് ഞാൻ അവിടെ എത്താൻ പോകുന്നത്? ഇപ്പോൾ റിവേഴ്സ് വർക്കിംഗ് ആയി. റിവേഴ്സ് വർക്ക് ചെയ്യുന്നത് മാത്രമില്ല, ഈ റിവേഴ്സ് വർക്കിംഗ് അനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കണം. ഈ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യണം. അതിനാര് വേണം? പീപ്പിൾ വേണം, മാൻപവർ വേണം. ഇപ്പം ടെക്നോളജി വന്നിട്ട് മാൻപവറിനെയൊക്കെ ഓവർലൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥമായിട്ടുള്ള ഹ്യൂമൻ ബ്രെയിൻ ഇതിനെല്ലാം അത്യാവശ്യമാണ്. മനസ്സിലായി? ഇനി അവിടെ നമ്മുടെ AI സാധ്യതകളൊക്കെ പറയുന്നുണ്ട്.
എയിലും ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വെച്ചിട്ടാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. തീർച്ചയായിട്ടും. അപ്പം അവിടെ ഒരു ഓർഗനൈസേഷൻ എന്താ വേണ്ടത്? കറക്റ്റായിട്ട് ഇതിനൊക്കെ മെഷർ ചെയ്തിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ടാവണം. മനസ്സിലായി? അത് മെഷർമെൻറ്റുകൾ കറക്റ്റ് ആയിരിക്കണം. ഐ മീൻ മെഷർമെൻറ്റ് ഇസ് ഇൻഡയറക്ട്ലി കോയിൻഡ് ആസ് ഡേറ്റ. ആ ഓർഗനൈസേഷനിലെ ഡേറ്റ, അതായത് അവരുടെ പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ഡേറ്റയും കറണ്ട് ഡേറ്റയും. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈവൻസുകളാണ് നമുക്ക് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് തരുന്നത്. പ്രെഡിക്റ്റീവ് അതായത് ഇപ്പം 100 കോടി എന്ന് പറയുന്ന ഒരു പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ആണ്. മനസ്സിലായി? 100 കോടിയിലേക്ക് എത്തണം. ഇപ്പോൾ ഇങ്ങനെ പോയാൽ ഇത് 100 കോടി എത്തത്തില്ല, 50 കോടി എത്തത്തുള്ളൂ. 50 കോടിയുടെ ഗ്യാപ്പ് ഉണ്ട്. മനസ്സിലായി? ഈ ഗ്യാപ്പിനെ എങ്ങനെ എന്ത് ചെയ്യാം? ഓവർകം ചെയ്യാം. 2030 എത്താൻ സാധ്യതയില്ല, 2040 എത്തത്തുള്ളൂ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. അപ്പോൾ വി ഹാവ് എ വെരി ഗുഡ് ഐഡിയ അബൌട്ട് നമ്മൾ ഇതേ പോക്ക് പോയാൽ, ഇതേ രീതിയിൽ പോയാൽ, മാക്സിമം സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയ 20%ഓ 25%ഓ പോയാൽ ഞാൻ എത്താൻ പോകുന്നത് ഇത്രയായിരിക്കാം ഇന്ന സമയത്ത്. മനസ്സിലായി? അതായത് പല സമയങ്ങളിലും നമുക്ക് ഷെല്ല് ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന ഇത്തരം ഇൻസൈറ്റിൽ നിന്നാണ് കിട്ടുമ്പോഴാണ്. അതായത് കഴിഞ്ഞൊരു 10 വർഷത്തിൽ 5 വർഷമായിട്ട് എൻ്റെ സ്ഥാപനം മന്ത്ലി ഉണ്ടാക്കുന്ന ഒരു ടേൺ ഓവർ മേ ബി ഇത്രയായിരിക്കാം. അപ്പോൾ ഈ ടേൺ ഓവർ മാറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാൻ പവർ ഇത്രയാണ്, ആ മാൻ പവറിൽ ഇന്നതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാലേ പ്രോഡക്റ്റിലും പ്രോസസ്സിലും അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് ശരിക്കും ആ ഒരു കീ പാരാമീറ്റർ. ഈ മെഷർമെന്റ് എന്ന് പറയുന്നത് എല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. പ്രോസസ്സ് പറയുന്നു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായി? ഇല്ലെന്നുണ്ടെങ്കിൽ their fingers will be burnt. അപ്പോൾ അതിനെന്തൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഉണ്ടാക്കും. ഈ പ്രോസസ്സ് ഉണ്ടാക്കാൻ വേണ്ടി അതിന് എക്സ്പീരിയൻസ് ഉള്ള പീപ്പിളിനെ കൊണ്ടുവരണം. മനസ്സിലായി? അല്ലെങ്കിൽ അത് എപ്പോഴും അതാണ് നമ്മൾ ഇൻഹൗസിനുള്ള ടീമിന് ഇൻഹൗസ് ടീമുകളെല്ലാം പ്രിഡോമിനൻ്റ്ലി 80 to 90% ദേ വിൽ ബി വിത്തിൻ ദ ഓപ്പറേഷൻ ലെവൽ ആക്ടിവിറ്റീസ്. ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഹൗസ് ടീമിൽ നിന്നും റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം, ഔട്ട്സൈഡ് ടീമും വരണം. എന്നാൽ മാത്രമേ ഈ ഓൺട്രപ്രണറിന് അത് സപ്പോർട്ട്. കാര്യം എല്ലാ ഓൺട്രപ്രണേഴ്സും നമ്മൾ നോക്കിയാൽ അറിയാം, അവരെല്ലാം ഡെയിലി ഫയർ ഫൈറ്റിങ്ങിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. കാര്യം സ്മാൾ സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ശമ്പളം കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ? എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല വളരെ ചുരുക്കം ഓർഗനൈസേഷൻ മാത്രമല്ല ഈ പ്രോസസ്സൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇത് കറക്റ്റ് ചെയ്ത് പ്രോസസ്സ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഈവൻറ്റുകൾക്കും ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടാവും, കലണ്ടറുകൾ കറക്റ്റ് ആയിരിക്കും, അതിനനുസരിച്ച് പ്രീ പ്ലാനിങ് നിങ്ങൾ നടക്കും. ഇതെല്ലാം നല്ല ആൾക്കാരുണ്ടെങ്കിലും പ്രോസസ്സ് ഉണ്ടെങ്കിലുമാണ് നടക്കുന്നത്. മനസ്സിലായി? അപ്പം ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് മാത്രം നന്നായതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ശരിക്കും സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം എനിക്കൊരു വലിയ ഇൻസൈറ്റ്. കാരണം ഞാൻ ബേസിക്കലി എപ്പോഴും വിചാരിക്കുന്ന കാര്യം, ഒരു സ്ഥാപനത്തിന് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് വളർന്ന പലപ്പോഴും ഒരു പീപ്പിൾ ഡ്രിവൺ നിന്നും പ്രോസസ് ഡ്രിവൺ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാത്രം മതി. പക്ഷേ അതിൻ്റെ പിന്നാലെ പ്രോസസ്സിനോടൊപ്പം തന്നെ പീപ്പിളും പ്രോഡക്റ്റും പ്രോസസ്സും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ശരിക്കും ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു കോൺസെപ്റ്റിൽ ഹാഷിൽ അറിയാമല്ലോ, പല സ്ഥാപനങ്ങളും നമ്മൾ ഈ കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിലേക്ക് എല്ലാവരും ഒരേ കണക്ക് ചിന്തിച്ച് നടന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിലും മെൻറ്ററിങ്ങിലുള്ള പല ഓർഗനൈസേഷനിലും അവരുടെ നല്ല പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവർക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള പ്രോസസ്സ് ഉണ്ടോ വെച്ചാൽ ഇല്ല. എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നു സാർ, എനിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ സാറിനകത്ത് ചോദിക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യം, സാറ് യഥാർത്ഥത്തിൽ ഫൗണ്ടേഴ്സിൻ്റെ തോട്ട് പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനും സാറിനെ കൂടെ ഒന്ന് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് തോട്ട് പ്രോസസ്സാണ് എല്ലാത്തിൻ്റെയും. അത് മുന്നോട്ടാവട്ടെ, ഉള്ള ഗ്രോത്ത് സ്റ്റാഗ്നൻ്റ് ആക്കുന്നതടക്കം, മുന്നോട്ടേക്കുള്ള യാത്ര അടക്കം എല്ലാം തോട്ട് പ്രോസസ്സ് ഓറിയൻറ്റഡാണ്. പലപ്പോഴും സാറിൻ്റെ ക്ലയൻറ്റുകളുടെ ഇടയിൽ അവർ പോലും ഷോക്കാവുന്ന രീതിയിലുള്ള പല തോട്ട് പ്രോസസ്സുകളും സാർ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ശരി, എനിക്ക് അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക്, അതായത് ഫൗണ്ടേഴ്സും തോട്ട് പ്രോസസ്സും എങ്ങനെയൊക്കെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, അവരുടെ വളർച്ചയിലും അവരുടെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റാറ്റസും പലപ്പോഴും തോട്ട് പ്രോസസ്സുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. ഇതിൽ സാറിൻ്റെ ഒരു ഇൻസൈറ്റ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ. അതൊരു ലേണിംഗ് കർവിൻ്റെയും പുതിയ കോൺസെപ്റ്റിൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒക്കെ വലിയ ഫാക്ടറാണ്. എല്ലാ ഓൺട്രപ്രണറിനും ഒരു ക്വാളിറ്റി ഉണ്ടാവും, പുതിയത് പഠിക്കാനുള്ള അയാളുടെ തയ്യാറാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ മാത്രമാണ് അയാൾ വളരുന്നത്, അദ്ദേഹത്തിന് വളരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പം ഹഷ്ലിനെ അറിയാം, നമ്മൾ പല ഓർഗനൈസേഷനിലും പോയിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതിലൊരു ചെറിയ കറക്ഷൻ, ഇത് ഇങ്ങനെ രീതിയിൽ ചെയ്താൽ നല്ലതായിരിക്കും. സിസ്റ്റത്തിനും ടീമിനും ഒന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഞാൻ എപ്പോഴും പറയാണ്ട് 2 ടൈപ്പ് ആൾക്കാരുള്ളത്, വരുന്നിടത്ത് വെച്ച് കാണുന്ന ആൾക്കാരുണ്ട്, വരുന്നത് കാണുന്ന ആൾക്കാർ. എക്സാക്ട്ലി. എനിക്ക് ആ വാക്കൊന്നും കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്യുകയാണ്, ബിക്കോസ് ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടുള്ളൊരു വാക്കാണ്. വരുന്നിടത്ത് വെച്ച് കാണുന്ന ആളുകളും
വരുന്നത് കാണുന്ന ആൾക്കാർ. കറക്റ്റ്. അതെ, ഒന്ന് സാർ ഒന്ന് അപ്പോൾ അത് വരുന്നത് കാണുമെന്ന് പറഞ്ഞാൽ അത് ഗോൾ സെറ്റിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, വരുന്നതാണ് ഗോള്. ഓക്കെ. അപ്പോൾ അവിടേക്ക് നമ്മൾ മെൻ്റലി തീരുമാനിച്ചു, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, നമ്മൾ മെൻ്റലി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്കോസിസ്റ്റത്തിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മനസ്സിലായി. ആ എക്കോസിസ്റ്റത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ നമ്മളോട് ആരുണ്ടാവണം? നല്ല പീപ്പിൾ ഉണ്ടാവണം. മനസ്സിലായി. അപ്പോൾ ആ സ്കിൽ സെറ്റ്, ഫോർ എക്സാമ്പിൾ നെഗോസിയേഷൻ സ്കിൽ ഉള്ള ആൾക്കാർ, മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് പുതിയ എന്താ പറയുക എന്ത് റിസ്ക്കും എടുത്തിട്ട് പുതിയ മാർക്കറ്റിലേക്ക് പോകാൻ പറ്റുന്ന ആൾക്കാർ. ഓക്കെ. ഞാനെപ്പോഴും നമ്മൾ വളരെ ചെരുപ്പിൻ്റെ ചെറിയ കഥകൾ പറയാറുണ്ട്. ആഫ്രിക്കൻ കൺട്രിയിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടിട്ട് ഒരാൾ പറഞ്ഞത് എന്താണ്, ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല സാറേ, ഇവിടെ ചെരുപ്പിൻ്റെ സ്കോപ്പ്. എല്ലാവരും പറയുന്ന എല്ലാം കോമൺ സ്റ്റോറീസ് ആണ്, ഇതല്ല എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറീസാണ്, ഞാൻ വീണ്ടും പറഞ്ഞില്ല. പക്ഷെ വേറൊരാൾ പറഞ്ഞ എന്താണ്, സാർ ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല, ദർ ഇസ് എ അബൻഡന്റ് ഓപ്പർച്യൂണിറ്റി, സോ യു സെൻഡ് ദ മെറ്റീരിയൽ ടു മീ. സി ദൻ അപ്രോച്ചുകൾ എന്ന് പറയും. അപ്പം ഈ ഓൺട്രപ്രണറിന് പറയാൻ പറ്റണം, സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റണം, ഓക്കെ ഓൺട്രപ്രണർ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കാണുന്ന ആളാണ്, റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. ഒരു ഓൺട്രപ്രണർ എപ്പോഴാണ് റിസ്ക് എടുക്കുന്നത്? അയാളുടെ കൂടെ സ്ട്രോങ് ആയിട്ട് എടുത്തോ പോകാം, നമ്മൾ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു ടീം ഉള്ളപ്പോഴാണ് അയാൾക്ക് എടുക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു സാർ, ഞാൻ ഏകദേശം ഒരു ഡെക്കേഡിന് മുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും നമ്മുടെ പിയർ ഗ്രൂപ്പുകളിൽ ഒരു കൂട്ടം ആളുകളിൽ പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള ഇൻഫോർമൽ ടോക്കുകൾ എന്തിനതിൻ്റെയൊക്കെ ആവശ്യം. എനിക്ക് തോന്നുന്നു സാറ് പറയുമ്പോൾ പലപ്പോഴും ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ച് അവരുടെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ അവർക്ക് കൂടെ വേണ്ടത് അവരുടെ തന്നെ ചെറിയ ചെറിയ വേർഷൻസ് ആയിരിക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഓൺട്രപ്രണോറിയൽ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഓൺട്രപ്രണറും ആണ് എംപ്ലോയിയും ആണ്. മനസ്സിലായി. ലോകത്ത് നിങ്ങൾ നോക്കൂ, ഏത് വലിയ കമ്പനികളുടെയും ബാക്ക് എൻഡിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഭീമാകാരനായ കപ്പാസിറ്റിയുള്ള ഒരു ടീമുണ്ട്. അവർക്ക് അവരുടേതായ സ്കിൽ സെറ്റ് ഉള്ള ടീമുണ്ട്. ഏത് കേസ് എടുത്തു നോക്കും, ഏത് പേരെടുത്ത് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ പല ബ്രാൻഡുകളെയും പല ഓർഗനൈസേഷനിലെയും വലിയ ലാർജ്, ഇപ്പം അറിയാമല്ലോ നമ്മൾ 5,000 crores ഒക്കെയുള്ള കമ്പനികൾക്ക് നമ്മൾ കൺസൾട്ടിങ് സപ്പോർട്ട്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്ത വർക്ക് തന്നെ എന്താണ്, ആ ടീം അലൈൻമെൻ്റ് ആണ് ചെയ്യുന്നത്. അതായത് എപ്പോഴും നമ്മളെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനും ടീമിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ നമ്മൾ ഇതിനെ ജെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹാഷ്ലി പറഞ്ഞ തോട്ട് പ്രോസസ്സ് എല്ലാ എംപ്ലോയീസിനും ഉള്ളതാണ്. ഒരു എംപ്ലോയിയുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇദ്ദേഹം ഇതിങ്ങനെ ചിന്തിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളോട് തന്നെ പലപ്പോഴും പറയുന്നത്, സാറേ ഞാൻ റെഡിയാണ് അടുത്ത മാർക്കറ്റിലേക്ക് പോകാൻ, ഞാൻ റെഡിയാണ് അടുത്ത പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ എൻ്റെ കൂടെ എനിക്ക് പറ്റിയ ആൾക്കാരില്ല. എല്ലാ ഓൺട്രപ്രണേഴ്സിൻ്റെയും എന്താ പറഞ്ഞാൽ ഒരു ക്ലീഷേ സ്റ്റോറിയാണിത്, ക്ലീഷേ വേഡിങ് ആണ്. എൻ്റെ കൂടെ ഞാൻ റെഡിയാണ് റിസ്ക് എടുക്കാൻ, മനസ്സിലായി. പണത്തിന് കുഴപ്പമില്ല, മാർക്കറ്റിൽ കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കൂടെ ടീമില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നല്ല കറക്റ്റുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അലൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പം ലീഡർഷിപ്പിൽ അപ്പം ഓൺട്രപ്രണറിന് ഇവിടെ വളരെ ഞാൻ അനലൈസ് ചെയ്തിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്മോൾ ലെവൽ അല്ലെങ്കിൽ മൈക്രോ ലെവലുള്ള ഓർഗനൈസേഷൻ അടുത്ത ലെവലിലേക്ക് പോകുന്ന ഒരു പ്രശ്നം? അവിടെ നിന്ന് ലീഡർഷിപ്പിലുള്ള പീപ്പിൾ കയറിയിൽ നടക്കുകയുള്ളൂ, ലീഡർഷിപ്പിലുള്ള ആൾക്കാർ കയറണം. അപ്പം പലപ്പോഴും ഒരു ഇൻഹിബിഷനുണ്ട്. ഈ പറയുന്ന സ്മോൾ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ മൈക്രോ ഓർഗനൈസേഷനോ ഒക്കെ ലീഡ് ചെയ്തിരിക്കുന്ന ഓൺട്രപ്രണറാണ് ശരിക്കും പറഞ്ഞാൽ അവരാണ് 360 ഡിഗ്രിയിൽ വർക്ക് ചെയ്യുന്നത്. ലീഡർഷിപ്പിലേക്കുള്ള ആൾക്കാർ വരുമ്പോൾ ലീഡർഷിപ്പിലേക്കുള്ള ആൾക്കാരെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അതിന് പ്രത്യേക ഒരു കംഫർട്ടാണ്. ലീഡർഷിപ്പിലേക്കുള്ള ആൾക്കാർ വരുന്നത് ശമ്പളത്തിനല്ല വരുന്നത്, അവർക്ക് ദേ ഹാവ് എ പ്ലാൻ ഇൻ ദെയർ മൈൻഡ്. അത് പലപ്പോഴും ഓൺട്രപ്രണേഴ്സിന് മനസ്സിലാക്കാൻ, ഞാൻ രണ്ട് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ചിലൊരു ഗ്യാപ്പുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഡിസോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അവിടേക്കാണ് ESOP എന്ന് പറയുന്ന സാധനങ്ങൾ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്ന സാധനം, അത് എംപ്ലോയി ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, ദേ ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി ഓർഗനൈസേഷൻ. എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നു ഇതിനെ ശരിക്കും ഡ്രിൽ ഡൗൺ ചെയ്ത് തന്നെ പറയണം തോന്നുന്നു. ബിക്കോസ് ഞാനും പേഴ്സണലി ഒരുപാട് ഫൗണ്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പലപ്പോഴും റൈറ്റ് സെറ്റ് ഓഫ് പീപ്പിളിനെ കൂടെ നിർത്തുക, അതായത് ഒരു ഒറ്റയാൾ പോരാട്ടത്തിൽ നിന്നും അവരടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഓരോരോ മേഖലകൾ സംരക്ഷിക്കാനായിട്ട് ഓരോരുത്തർ വേണ്ടി വരും. ഇവിടെ പലപ്പോഴും പലർക്കും അതിന് റൈറ്റ് സെറ്റ് ഓഫ് ആയിട്ടുള്ള രീതിയിൽ പറ്റാറുമില്ല. പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് ഒരു ഓൺട്രപ്രണർ അയാളുടെ അടുത്ത ഗ്രോത്തിലേക്ക് വരുന്ന സമയത്ത് അടുത്ത ലെയറിനെ, അയാളുടെ സെക്കൻഡ് ലെയറിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ കേരളത്തിൽ തന്നെ ക്ലാസിക്കൽ എക്സാമ്പിൾ ഉണ്ട്. അപ്പം ടാറ്റ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കമ്പനിയാണ്. ആ പ്രോസസ്സ് നോക്കും, ടാറ്റയുടെ ഷെയർ സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ട്, ഷെയർ കൊടുത്തിട്ടുണ്ട്, HDFC കൊടുത്തിട്ടുണ്ട്, HDFC ബാങ്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് എൻ്റെ തന്നെ പ്ലാറ്റ്ഫോം, ഞാൻ വളർന്നു വന്നൊരു പ്ലാറ്റ്ഫോമായ V-Guard, ഞാൻ 10 വർഷം V-Guard വർക്ക് ചെയ്തതാണ്. V-Guard പബ്ലിക് ലിമിറ്റ് പോയപ്പോഴത്തേക്ക് എംപ്ലോയീസിന് കൊടുത്തു സ്റ്റോക്ക് ഓപ്ഷൻ, സ്റ്റോക്കുകൾ.
ഓക്കെ. അതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഫാക്ടർ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ കൊടുക്കുന്ന ഒത്തിരി കമ്പനികളുണ്ട്, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ. അപ്പം എന്താണ് നമ്മളിപ്പോൾ ഞാൻ ഹർഷലിനെ അറിയാമല്ലോ, നമ്മൾ ഒരു ഓൺടർപ്രണറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത 5 വർഷം നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ടാവും, ആരൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ഒരു 2 മിനിറ്റ് സൈലൻസ് ആണ് അവിടെ. എന്താണ് കാര്യം? അങ്ങനെ ഒരാളില്ല. ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കാൻ അതൊരു ഒരു 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 സൈറ്റാണത്, അതൊരു ട്രിഗറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളെ, ഇങ്ങനെയുള്ള എബിലിറ്റി ടു ആസ്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ സെൽഫായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു ഓൺടർപ്രണർ ചിന്തിക്കണം, ഇങ്ങനെ ഒരാൾ ചോദിക്കേണ്ട പോലുമില്ല, എൻ്റെ കൂടെ അടുത്ത 5 വർഷത്തേക്ക് എന്നെ പ്രോജക്റ്റിൽ എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ. മനസ്സിലായി? അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് ഞാൻ എത്തിയതിന് ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. രണ്ടും പോയിന്റാണ്. അങ്ങനെയാണ്. ആ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണോ, സ്കില്ലുള്ള ആൾക്കാരാണോ. ഇനി സ്കില്ലില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സ്കില്ല് നമുക്ക് ഉണ്ടാക്കാം. സ്കിൽ എൻഫോഴ്സ് ചെയ്യാനുള്ള കുഴപ്പമില്ല, ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി. ഉറപ്പാണ്. അതായത് പ്രൂവൺ എക്സാമ്പിൾസ് ഇഷ്ടം പോലെയുണ്ട്. എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അതായത് ഓർഗനൈസേഷൻ്റെ പേര് പറയാൻ പാടില്ല. ഹാഷിൽ നമ്മൾ വർക്ക് ചെയ്ത ചില ഓർഗനൈസേഷനിൽ അവിടുത്തെ പുള്ളി GM ആണെന്ന് വെച്ച് GM അല്ല. പക്ഷേ ഇന്ന ആളോട് ചോദിച്ചാൽ എല്ലാം കിട്ടും. 20-25 വർഷമായിട്ട് ഈ ഓൺടർപ്രണറുടെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. ഈ പറയുന്നത് കേരളത്തിൽ നിന്ന് പറഞ്ഞ കുറേ അധികം ബ്രാൻഡുകൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരുടെ പാർട്ട് ആൻഡ് പാർസലാണ്. എംപ്ലോയി അല്ല, അവർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ. അവർക്ക് പല സ്കില്ലുകളും ഉണ്ടാകത്തില്ല. ഇപ്പോൾ പല കോൺഫറൻസുകളിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇദ്ദേഹം പോകുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ പഠിപ്പിച്ചു, നെഗോഷിയേഷൻ സ്കില്ല് പഠിപ്പിച്ചു. പഠിപ്പിക്കണ്ട, അവർക്ക് അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പല ഇൻസിഡൻസുകളിലും അവർ ഭാഗമാകുമ്പോൾ ഇവരതെല്ലാം കണ്ടും. അതാണല്ലോ എക്സ്പീരിയൻസും എക്സ്പോഷറും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? നമ്മളെല്ലാം എക്സ്പീരിയൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എക്സ്പീരിയൻസ് അല്ല, എക്സ്പോഷറാണ്. നമ്മുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സിന് നമ്മൾ ആര് എക്സ്പോഷർ കൊടുക്കണം? ഓൺടർപ്രണേഴ്സ് എക്സ്പോഷറുകൾ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഒന്ന് വ്യക്തമാക്കി തരാമോ? 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കാട്ടി കൂടുതൽ വാല്യൂ ചെയ്യേണ്ടത് അതല്ല. അത് ഇപ്പം നമ്മൾ നോക്കൂ, ചില സ്റ്റാർട്ടപ്പുകളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ നോബിൾ ഐഡിയ കേൾക്കുന്നത് നമുക്കറിയാം. അവർ ആ നോബിൾ ഐഡിയ എവിടെ നിന്ന് ഉണ്ടാക്കുന്ന? എക്സ്പോഷറിൽ നിന്ന് ഉണ്ടാക്കിയ ഐഡിയ. ഒരിക്കലും 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ആ ഒരു ഐഡിയ പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ഇവർ ഈ ന്യൂ ജനറേഷൻ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഈ സീക്വൽ ടു ന്യൂ ജനറേഷൻ നമുക്ക് പറയാം, അങ്ങനെ അല്ലെങ്കിൽ പോലും അത് അങ്ങനെ ഒരു അലിഖിതമായ ഒരു കോയിനിങ് അടിയാണ് നടക്കുന്നത്. അപ്പോൾ പുതിയ കുട്ടികൾ, നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലായിട്ട് MBA കോളേജിലായിട്ട് ഞാൻ അതിനകത്തൊക്കെ കണക്ട് ചെയ്യുന്നോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന അവരുടെ പിച്ചിങ് നടക്കുമ്പോൾ അവർ പറയുന്ന ഐഡിയ അവർക്ക് ശരിക്കും പറഞ്ഞൊരു ബാത്റൂം ഐഡിയ അല്ലത്. അവരതിൻ്റെ പുറകിൽ എക്സ്പോഷർ ഉണ്ടാക്കി അതിൻ്റെ പുറവേ നടന്ന് അവർക്ക് ഹാർഡ്ലി എത്ര പഠിച്ചു കഴിഞ്ഞിട്ട് എത്ര 1 വർഷമോ അല്ലെങ്കിൽ 6 മാസം 2 വർഷമാണ് അവരുടെ ടൈം എന്ന് പറയുന്നത്. ഈ സമയം ഒരു ഐഡിയയുടെ പുറമെ നടന്ന് അതിൻ്റെ നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ, അവർ നമ്മളോട് പിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതൊക്കെ ലെവലിലുള്ള സാധനങ്ങൾ പറയാൻ പറ്റുമോ ആ ലെവലിലുള്ള ടോട്ടാലിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ വെൽ സ്റ്റഡീഡ്, എക്സ്പോസ്ഡ് ടു ദാറ്റ് ഐഡിയ. അതിൻ്റെ ഒരു വിഷൻ ടോട്ടാലിറ്റിയിലാണ് അവർ. അതായത് അതിന് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അതിൻ്റെ ഫ്രെയിം വർക്ക് അവർ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ബ്ലൂ പ്രിന്റിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം. പിന്നെ അതിന് വേണ്ടിയുള്ള ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പ്രോസസ്സുകളെയും പീപ്പിളിലെയും എക്കോസിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം. കേരള ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ എക്കോസിസ്റ്റം കാര്യം അവർക്ക് ഇത് എങ്ങനെ പോകണമെന്നുള്ളതെന്ന് അറിയത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ 100 കോടിയിലേക്ക് എത്തണം എന്ന് എത്തണമെന്നും അറിയാം, എങ്ങനെ എത്തണമെന്നും അറിയത്തില്ല. ഈ എങ്ങനെ എത്തണമെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ ആദ്യം ഉണ്ടാവേണ്ട ഏതാണ്? എനിക്ക് ഏത് ഗോളിലേക്കാണ് എത്തേണ്ടത്, എപ്പോൾ എത്തണം, അതിനെനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, മെച്യൂരിറ്റി ഉണ്ടോ, എൻ്റെ കൂടെ അതിനുള്ള എന്താ പറയുക എക്കോസിസ്റ്റം ഉണ്ടോ ഇല്ലയോ. ഈക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ടെംപ്ലേറ്റ് ബേസ്ഡ് അല്ല. പലപ്പോഴും പിന്നെ മെൻറ്ററിങ്ങിലും കൺസൾട്ടിങ്ങിലൊക്കെ ഉണ്ട് ടെംപ്ലേറ്റ് ബേസ്ഡ് അപ്രോച്ചുകളുണ്ടാകും. ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത്. ഓരോ ഓർഗനൈസേഷനും DNA വ്യത്യാസമുണ്ട്. മനസ്സിലായി? എത്തിക്കൽ DNA ഉള്ളവരുണ്ട്, മനസ്സിലായി? എത്തിക്കൽ ഇല്ലാത്ത DNA ഉള്ള ഓർഗനൈസേഷൻ്റെ DNA കുറച്ച് പുതിയ കാര്യങ്ങളാണല്ലോ സാർ. ഒന്ന് ഓർഗനൈസേഷൻ ഇപ്പം ടാറ്റയുടെ ഒരു പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങിക്കും. എന്തുകൊണ്ടാണ്? ആ ടാറ്റയ്ക്ക് ഒരു DNA ഉണ്ട്, എത്തിക്കൽ DNA ഉണ്ട്. അവർ ടോട്ടൽ എന്താ എത്തിക്കൽ DNA എന്ന് പറഞ്ഞാൽ അവരെ കിട്ടുന്ന ടോട്ടൽ റവന്യൂവിന് ഇത്ര % അവർ CSR കൊടുക്കുകയാണ്. ദേ ആർ മേക്കിംഗ്. 1 രൂപ ഉണ്ടാക്കുമ്പോൾ, കറക്റ്റ് ഫിഗർ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഈ ഇടയ്ക്ക് അത് കേസ് സ്റ്റഡി പിന്നെ കുട്ടികൾക്ക് സ്റ്റഡി ചെയ്ത് പിന്നെ MBA സ്റ്റുഡൻസ് പറഞ്ഞത്, 1 രൂപ കിട്ടുമ്പോൾ അതിൻ്റെ 80 പൈസയോ എത്രയോ അവരെ എന്ത് ചെയ്യാം, അവർ എന്തിനു കൊടുക്കുവാണ്? CSR ആക്ടിവിറ്റി കൊടുക്കുവാണ്.
പിന്നെ ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പല സീനിയർ ലെവലിലെ ആൾക്കാരോട് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം പിന്നെ എൻ്റെ ഒരു ക്ലയൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തനിഷ്കിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു. അവർ ചോദിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ നെക്സ്റ്റ് ജനറേഷൻ? ആരാണ് നിങ്ങളുടെ അടുത്ത ജനറേഷൻ എന്ന് വെച്ചാൽ അവർ ജനറേഷനുമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ആ തനിഷ്കിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ, ആ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ വി ആർ ഡൂയിങ് ബിസിനസ് ജനറേഷൻസ്. കാര്യം ഞങ്ങൾ ആരുമായിട്ടൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾ അവരുമായിട്ട് ഇപ്പോഴും അതിൻ്റെ അടുത്ത തലമുറയായിട്ട് ഞങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഒരു ഫാർ സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി അവരുടെ ടോട്ടൽ ആ ഒരു കൾച്ചർ തന്നെയാണ്, അതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള DNA ഉണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ അപ്പോൾ ഇത് ശരിക്കും ഫൗണ്ടേഴ്സ് പലപ്പോഴും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും സാർ, ഈ DNA എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഗ്രോത്തിന്? DNA എന്ന് പറഞ്ഞാൽ ആ ഓൺട്രപ്രണറിൻ്റെ ഉള്ളിലാണ് ആ സാധനം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി. അതിൽ ചില വാല്യൂ അഡീഷനും ചെറിയ ടോപ്പിംഗ് മാത്രമേ നടക്കത്തുള്ളൂ. ഫണ്ടമെന്റലി റിമെയിൻ സെയിം. പിന്നെ അടുത്ത ജനറേഷനൊക്കെ വന്നിട്ടാണ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആ ജനറേഷൻ വരുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ഈ ഇന്ന ആളിൻ്റെ ഓർഗനൈസേഷൻ കാര്യം ഞാനിതൊക്കെ പറയുന്നത് നമ്മളും തലമുറകളുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ലെവലിൽ ഈവൻ അബ്രിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റഡീസ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ കുട്ടികളെ നമ്മൾ അവരുടെ ഡയറക്ടർ ബോർഡിലേക്ക്, ഫൗണ്ടേഴ്സിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് കയറ്റി, ആ ഓർഗനിലേക്ക് കയറ്റി അവരെയും പല ഡിസിഷൻ ഫാക്ടേഴ്സ് ആക്കി. ഇതിൽ വലിയ ഏരിയ ആണ് കേട്ടോ. അതെല്ലാം ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ദുബായിൽ തന്നെ എൻ്റെ ഒരു മെൻറ്ററുണ്ട്. അവർ ദുബായിലെ എഡ്യൂക്കേഷൻ സിറ്റിയിൽ അവർ ഈ പിന്നെ ഫാമിലി റൺ ബിസിനസ്സിൻ്റെ കുട്ടികളെ മാത്രമേ എടുക്കത്തുള്ളൂ. അവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തന്നെ എന്താണ്, അവിടെ MBAക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ബിസിനസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫോക്കസ് ഈസ് വെരി ക്ലിയർ. നമ്മൾ കൺവെൻഷണൽ MBA അല്ല അവിടെ പഠിപ്പിക്കുന്നത്, മനസ്സിലായില്ലേ? കൺവെൻഷണൽ MBAയിൽ കുറേ തിയറിറ്റിക്കൽ പാർട്ട്, തിയറി പഠിക്കണം. തിയറി പഠിച്ചാൽ മാത്രമാണ് നമുക്ക്, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഫിലിപ്കോട്ടിൽ എന്ന് പറഞ്ഞ ബുക്കിനകത്ത് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനവും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ മതി. എല്ലാ സൊല്യൂഷനും അവിടെ ഉണ്ട്, മനസ്സിലായി. അവിടെ ക്ലിയർ ആയിട്ട് കൺസ്യൂമർ ആരാ, കസ്റ്റമർ ആരാന്ന് പറയുന്നുണ്ട്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പറയുന്നുണ്ട്, പിന്നെ 4 പീസ് ഓഫ് മാർക്കറ്റ് എല്ലാം അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു ഓൺട്രപ്രണറിന് പിന്നെ എന്താ പറയുക റെഫറൻസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനൊന്നും സമയമില്ലെങ്കിൽ ഇതൊക്കെ അറിയുന്ന, മനസ്സിലാക്കിയിട്ടിരിക്കുന്ന, പ്രാക്ടിക്കലി എക്സ്പോസ്ഡ് ആയിട്ട് ആൾക്കാരോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നിങ്ങളുടെ സ്പീഡ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. ഓർഗനൈസേഷൻ്റെ സ്പീഡ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. കാര്യം റോങ് സൈഡിൽ പോകത്തില്ല, അവിടെ കറക്ഷൻസ് ഒക്കെ മനസ്സിലായി. അതായത് സാർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നൊരു കാര്യം, എങ്ങനെ ഒരു കേരളത്തിലുള്ള ഒരു സ്ഥാപനത്തിന് നമ്മുടെ ബിയോണ്ട് ദ ബോർഡേഴ്സ് എങ്ങനെ അടുത്തൊരു ലെവലിലേക്ക് വളരാം, അത് വളരാൻ എപ്പോഴും ആദ്യം അവർ ചെയ്യേണ്ടത് അവരിലേക്ക് തന്നെ നോക്കണം. അതെ, അവരിലേക്ക് സെൽഫ് ചെക്ക്. എന്താണ് സെൽഫ് ചെക്ക് ചെയ്യേണ്ടത്? വലിയ സ്റ്റഡീസിനൊന്നും പോകണ്ട. ഈ 4 സാധനങ്ങളുണ്ടോ, ഈ 3 സാധനങ്ങളുണ്ടോ, മേളിലുള്ള ഈ പ്ലാനിങ്ങും താഴത്തെ പ്രോഗ്രസ്സും ഉണ്ടോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 3 ഫംഗ്ഷനായ പീപ്പിളും പ്രോസസ്സും പ്രോഡക്റ്റും എൻ്റെ മെച്യൂരിറ്റി ലെവൽ എത്ര, ഒരു സെൽഫ് മീറ്റർ നോക്കിയാൽ മതി. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും. ആ ഇൻസൈറ്റുകളാണ് പലപ്പോഴും അവരുടെ ഷെല്ലിനെ ബ്രേക്ക് ചെയ്യാനുള്ള അടുത്ത ഒരു എനിക്ക് തോന്നുന്നു സ്പാർക്ക് കിട്ടും. ഇപ്പോൾ പ്രോഡക്റ്റിന്റെ കേസ് പറയുമ്പോൾ ഞാൻ എപ്പോഴും കണക്ട് ചെയ്യുന്നത്, പ്രോഡക്റ്റിന് പഠിക്കുമ്പോൾ പ്രോഡക്റ്റിന് ക്ലിയർ ആയിട്ട് നമുക്കുണ്ട് BCG മെട്രിക്സ് നമ്മൾ ആൾറെഡി തിയററ്റിക്കൽ പാർട്ടിലുണ്ട്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ലൈനിൽ അതിൽ ആദ്യം നമ്മുടെ പ്രോഡക്റ്റ് മിക്സ് നമ്മൾ നോക്കുന്നു, നമ്മുടെ പ്രോഡക്റ്റ് മിക്സ് കറക്റ്റ് ആണോ ഇല്ലേ. ആ പ്രോഡക്റ്റ് മിക്സിൽ എന്ത് പ്രോഡക്റ്റ് ലൈനിൽ ലെങ്തിലും ബ്രെഡ്ത്തിലും ഇനിയും കൊണ്ടുവരാം, മനസ്സിലായി. ഇതൊക്കെ എവിടെയുണ്ട്? തിയററ്റിക്കൽ പാർട്ടിൽ ആൾറെഡി ഇതെല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സിയുടെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ജാഫർ സാർ ഒരിക്കലും പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ വരുന്നത്, അതായത് നിങ്ങൾക്ക് മാനേജ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, പലതും ഇരുന്ന് പഠിക്കുകയാണ്, പലതും ഇരുന്ന് ചിന്തിച്ചിട്ടാണ് ഓരോ സൊല്യൂഷൻ കാണുന്നത്. അപ്പോൾ പുള്ളി പറയുന്ന വാക്കിതായിരുന്നു, നിങ്ങൾ പുതിയതായിട്ട് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, വർഷങ്ങളായിട്ട് ഓരോരുത്തർ ചെയ്തു വെച്ചതോടെ there is no need to reinvent the wheel. But which size of wheel you should use? അതിന് ഒരു പ്രൊഫഷണലിനെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കറക്റ്റ് സൈസ് ഓഫ് വീൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. എക്സാക്ട്ലി. അതായത് ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഏത് തരം പ്രശ്നങ്ങളാവട്ടെ നമ്മൾ ഇരുന്ന് കണ്ടുപിടിക്കുകയാണ് ഇതിനെ എങ്ങനെ. ശരിക്കും അങ്ങനെ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല, മറിച്ച് ഇതൊക്കെ ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതൊന്നും പുതിയതായിട്ട്. ഞാനൊരു കേസ് സ്റ്റഡി അശ്ലിനോട് അറിയാവുന്നൊരു കേസ് സ്റ്റഡി ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ദിവസം നമ്മളൊരു ഓർഗനൈസേഷൻ എടുത്തപ്പോഴത്തേക്ക് അവിടെ അസാധ്യമായ നല്ല പ്രോഡക്റ്റാണ്, പക്ഷേ അസാധ്യമായ രീതിയിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള കസ്റ്റമർ കൺസേൺസ്. ഓക്കെ. അപ്പം എല്ലാവരും വന്ന് പറയുന്നു, സാറേ കസ്റ്റമർ പ്രശ്നമായി,
അപ്പം നമ്മൾ ഇരുന്നിട്ട് ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് ഇരുന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്തു. ഈ പറയുന്ന ഇതേ ക്വസ്റ്റ്യൻസാണ് ഞാൻ ചോദിച്ചത്. ഈ പ്രശ്നങ്ങൾ 100 പ്രശ്നങ്ങൾ ഉണ്ടായത് പീപ്പിൾ റിലേറ്റഡ് പ്രശ്നങ്ങളാണോ, പ്രോസസ് റിലേറ്റഡ് പ്രശ്നങ്ങളാണോ, പ്രോഡക്റ്റ് റിലേറ്റഡ് പ്രശ്നങ്ങളാണോ? ഓക്കെ. അവിടുത്തെ ടോപ്പ് മാനേജ്മെന്റ് ഉറപ്പാണ് പ്രോഡക്റ്റിൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവത്തില്ല. കാര്യം അത്ര നല്ല പ്രോഡക്റ്റ് ആണ് അവർ ഉണ്ടാക്കുന്നത്. ശരി, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തു. 100, ഞാൻ എക്സാമ്പിൾ പറയാണ്, നമ്മളൊരു ഒരു 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 2 മാസം 3 മാസം നമ്മൾ ഇതിനെ ഒന്ന് ഫ്രീസ് ചെയ്തു. ഫ്രീസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്തു. ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ വി ആർ വെയിറ്റിംഗ് ഫോർ അഡ്രസ്സിംഗ് ദീസ് ഇഷ്യൂസ്. ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ അടുത്ത ലെവലിലേക്ക്, ഒരു ഡയറക്ഷൻ ലെവലിലേക്ക് ഒന്നുകൂടെ താന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതൊരു പ്രോഡക്റ്റ് റിലേറ്റഡ് ഇഷ്യൂ ആണോ, ഇതൊരു പ്രോസസ് റിലേറ്റഡ് ഇഷ്യൂ ആണോ, ഇതൊരു പീപ്പിൾ റിലേറ്റഡ് ഇഷ്യൂ ആണോ? പ്രിഡോമിനൻ്റ്ലി 80% വാസ് പ്രോസസ് ആൻഡ് പീപ്പിൾ റിലേറ്റഡ് ഇഷ്യൂസ്. 80%. അപ്പോൾ എന്താ, പീപ്പിളിന് പ്രോപ്പറായിട്ട് ഇത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ള, അല്ലെങ്കിൽ എന്ത് കമ്മ്യൂണിക്കേഷനാണ് നടത്തേണ്ടത്, എന്ത് സ്ക്രിപ്റ്റാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അതായത് സെയിൽസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിയില്ല, അത് ചോദിച്ചിട്ട് പറയാം. അപ്പോൾ അവിടെ കസ്റ്റമറിന് എന്താണ് ഒരു ഗ്യാപ്പ് വരുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഉണ്ടാകാവുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കി, അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ എല്ലാവരും റീഇൻഡക്ഷൻ കൊടുത്തു. കംപ്ലീറ്റ് ടീം റീഇൻഡക്ഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ റീവാലിഡേറ്റ് ചെയ്ത് നോക്കി. പ്രശ്നങ്ങളൊന്നുമില്ല, മൈന്യൂട്ട് ലെവൽ പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ശരിക്കും ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഡെലിവറി കമ്മിറ്റ്മെൻറ്റ്. ഒരു പ്രോസസ്സും ഫോളോ ചെയ്യാതെ കൊടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. കസ്റ്റം മെയ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഫാക്ടറിയിൽ നിന്ന്, അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്നും വെയർ ഹൗസിൽ നിന്നും എല്ലാം, ലോജിസ്റ്റിക്സിൽ നിന്നും എല്ലാം എനിക്ക് കൺഫർമേഷൻ കിട്ടണം. എന്നാൽ മാത്രമേ കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്, ആ കമ്മിറ്റ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓർഡർ പ്രോസസ്സ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണെന്നുള്ളത് അവിടെ കമ്മ്യൂണിക്കേറ്റ്, അവിടുത്തെ സ്ലോട്ട് എടുക്കണം നമ്മൾ. അപ്പോൾ ഒരു പ്രോസസ്സായി. മനസ്സിലായി? അല്ലെങ്കിൽ എന്താണ്, ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കും, കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഡിലേ ആവും. അതിൻ്റെ ഒരു കുഷനിങ് ടൈം ഒന്നും കാൽക്കുലേറ്റ് ചെയ്തില്ല. അത് ഈ പറയുന്ന സെയിൽസുകാർക്ക് ചിലപ്പോൾ സെയിൽസിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്ക് അറിയണം നിർബന്ധമില്ല. അപ്പോൾ ഓർഗനൈസേഷൻ ഉത്തരവാദിത്തമാണ് ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇതിങ്ങനെ ആവാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അത് അണ്ടർ പ്രോമിസസ് ഉണ്ടാവാതിരിക്കുക, പ്രോമിസസ് ഡെലിവറി ചെയ്യുക. അപ്പോൾ പ്രോമിസസ് ഇങ്ങനെ ഉണ്ടാകണം. ഞങ്ങൾ ഈയിടയ്ക്കായിട്ട് ആ കേസുകൾ വീണ്ടും ഞങ്ങളിപ്പോൾ ഒരു ആനുവൽ റിവ്യൂ വന്നപ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം നമ്മൾ എന്താണ് സംഭവിച്ചിരുന്നത്. അപ്പം ഓരോ പ്രോബ്ലംസ്, ഓരോ ചാലഞ്ചസ്, പ്രോബ്ലം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് ശരിയല്ല, ഓരോ ചാലഞ്ചസ് ഉണ്ടാകുമ്പോഴും അവിടുത്തെ കൺസേൺഡ് ആൾക്കാർ ഇത് നമുക്ക് നമ്മുടെ ഗൂഗിൾ ഫോം, ഞങ്ങൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തു, ഗൂഗിൾ ഫോമിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. എന്താണ്, അപ്പോൾ നമുക്ക് ഓരോ ആഴ്ചയിൽ നമ്മൾ ഇതിനെ സ്ലൈസ് ചെയ്ത് നോക്കും, എന്താ സംഭവിച്ചത്, അതിനനുസരിച്ച് കറക്ഷൻസ് ആയി. ഇപ്പോൾ നമുക്ക് വളരെ ക്ലാരിറ്റിയാണ്. ഇത് പറയുന്ന ഈ സെയിൽസ് കൺസൾട്ടൻറ്റിനും സെയിൽസ് അഡ്വൈസറിനും കോൺഫിഡൻസ് ആണ്. ഞാൻ എന്ത് പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം, എന്താണ് കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്നുള്ള റിക്വയർമെൻറ്റ്സ്, കസ്റ്റമറിൻ്റെ സ്കോപ്പ് എന്താണ്, എൻ്റെ സ്കോപ്പ് എന്താണ്, കമ്പനിയുടെ സ്കോപ്പ് എന്താണ്, സ്കോപ്പ് ഡിഫൈൻഡ്. ദാറ്റ്സ് എ പാർട്ട് ഓഫ് എ പ്രോസസ്സ്. ഈ പ്രോസസ്സിലേക്ക് പീപ്പിളിനെ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ ആദ്യം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്താണ്, ഡേ ബൈ ഡേ നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അണ്ടർസ്റ്റാൻഡിങ് ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്, പ്രോസസ് ഈസ് എൻ്റർലി, ഡെലിവറി ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. ഇത് ഞാനൊരു കേസ് സ്റ്റഡി പറഞ്ഞതേ ഉള്ളൂ. ക്ലയൻറ്റിൻ്റെ പേരും ഇങ്ങനെ ഓപ്പൺ പറയുന്നില്ല. പ്രൊഡക്റ്റിൽ മാത്രം കോൺഫിഡൻസ് ഉണ്ടായിട്ട് കാര്യമില്ല, പീപ്പിളിലും പ്രോസസ്സിലും കറക്റ്റായിട്ട് ഇതുണ്ടാവണം. ഇതാണ് ദാറ്റ് ഇസ് വാട്ട് ബേസിക്കലി വി ഹാവ് ടു ഡു ഇറ്റ് ബേസിക്കലി. അപ്പം പീപ്പിള് വലിയൊരു ഏരിയയാണ്. അവിടെ HR മാനേജേഴ്സ് നമ്മൾ ഒരിക്കലും റിക്രൂട്ട്മെൻറ്റിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പീപ്പിൾ ഏരിയയിൽ ഒരു ഇനിയുള്ള ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ 2 എലിമെൻറ്റിൽ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യണം. PMS ഉം LMS ഉം. PMS എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. മനസ്സിലായി? ഹഷ്ല അറിയാമെന്ന് തോന്നുന്നു. PMS നമ്മൾ പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്ന കൺവെൻഷണൽ PMS എന്ന് പറഞ്ഞാൽ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ആനുവൽ അപ്രൈസലിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന ഒരു ചടങ്ങാണ്, ഒരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അങ്ങനെയല്ല, മന്ത്ലി PMS സ്കോർ കാർഡ് ജനറേറ്റ് ചെയ്യുകയാണ്. നമ്മളൊക്കെ സ്ട്രോങ് ആയിട്ട് അത് ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ റിക്രൂട്ട്മെൻറ്റിലേക്ക് വീണ്ടും പോകാം. റിക്രൂട്ട്മെൻറ്റിൽ നിന്നും JD നിന്ന് KRAയിലേക്ക് ഈ റെസ്പോൺസിബിലിറ്റി ഏരിയ എന്ന് പറയുന്ന സാധനത്തിലേക്ക്, അതൊക്കെ ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. അത് കഴിഞ്ഞ് KPS സ്കോർ കാർഡ്, KPS സ്കോർ കാർഡിൽ നിന്നാണ് നമ്മൾ PMS സ്കോർ കാർഡിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു എംപ്ലോയിയിൽ നിന്നും ഒരു ടീം മെമ്പറിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്, അയാൾ എത്രത്തോളം ഡെലിവറി ചെയ്തു. മനസ്സിലായി. അപ്പോൾ ഞാനൊന്ന് റിവൈൻഡ് ചെയ്യണം സാർ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കീ ആയിട്ടുള്ള 3 ആസ്പെക്ട് പീപ്പിളിലേക്കാണ് നമ്മൾ സംസാരിക്കുന്നത്.
പീപ്പിൾ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അതിലെ ഈ പറയുന്ന സ്കോറുകൾ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കും. കറക്റ്റ്. അതിന് ഫസ്റ്റ് കാര്യം റിക്രൂട്ട്മെന്റ്. യാ. റിക്രൂട്ട്മെന്റിൽ തന്നെ ഒരു ആസ്പെക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ യാ. ജെ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ. യെസ്. ഓക്കെ. ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് KPI, KRI, KPI. KRI and KPI. KRI എന്നത് കീ റെസ്പോൺസിബിലിറ്റി ഏരിയ, KPI എന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. KPI ഈസ് എ ബേസ് ഫോർ മെഷർമെന്റ്. KPI ഫോർ മെഷർമെന്റ്. JD അപ്പോൾ എന്താണ് സാർ? JD എന്ന് പറയുന്നത് നമ്മളൊരു ഓർഗനൈസേഷൻ, നമ്മളൊരു പബ്ലിക്കിൽ നിന്ന് ഒരാളെ എടുക്കാൻ വേണ്ടി നമ്മൾ ആ പബ്ലിക്കിലേക്ക്, അതായത് ആസ്പിരൻസ്, കാൻഡിഡേറ്റ് ആസ്പിരൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മിനി ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ മിനി കമ്മ്യൂണിക്കേഷനാണ് JD, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റും കൂടി ഇരുന്നിട്ട് നമ്മൾ ഇന്ന രീതിയിലാണ്, അതിൻ്റെ HOD-മാരും ഒക്കെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അയാളെ കൊണ്ട് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യിക്കാൻ, അയാളിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് JD എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ പല ഡിബേറ്റുകളുണ്ട്, പല അഭിപ്രായങ്ങളൊക്കെ HR കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി ഇതാണ് എൻ്റെ കണ്ടന്റ്. മനസ്സിലായി. അതായത് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് പറയുമ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ ഒക്കെ വേറെ രീതിയിലാണ്, പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെയല്ല. ഇതാണ് എൻ്റെ പ്രാക്ടിക്കൽ സെൻസ്. അതായത് ഇപ്പോൾ സാറ് പറയുന്ന ഒരു ആസ്പെക്ട്, നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ അടുത്ത ലെവലിലേക്കുള്ള സ്കെയിലപ്പിൽ അവർക്ക് പീപ്പിൾ ആണ് വേണ്ടത്. സ്കെയിലപ്പ് ആവാം, റണ്ണിംഗ് ആവാം തീർച്ചയായിട്ടും. അപ്പോൾ വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് ആവാം, സ്കെയിലപ്പ് ആവാം, സ്റ്റാർട്ടപ്പ് ആവാം, സ്റ്റാൻഡപ്പ് ആവാം, സ്കെയിലപ്പ് ആവാം. മൂന്ന് ഫോമാറ്റിലാണ്. സ്റ്റാർട്ടപ്പിന്റെ ഫോമാറ്റ് വേറെയാണ്, സ്റ്റാൻഡപ്പിന്റെ ഫോമാറ്റ് വേറെയാണ്, സ്കെയിലപ്പിന്റെ ഫോമാറ്റ് വേറെയാണ്. ഒന്ന് വിശദീകരിക്കാം. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒന്നും അറിയത്തില്ല, നല്ലൊരു നോബിൾ ഐഡിയ ഉണ്ട്, നമ്മൾ തുടങ്ങുന്നു, മനസ്സിലല്ലേ? അവിടെ ഒരു ചിലപ്പോൾ HR മാനേജർ കാണത്തില്ല, ഒരു ഫിനാൻസ് മാനേജർ ഒന്നും കാണത്തില്ല. കഥാ തിരക്ക, സംഭാഷണ സംവിധാനം, നോട്ടീസ് കൊടുപ്പ്, ടിക്കറ്റ് കൊടുപ്പ്, ഫിലിം ഓടിക്കുക, എല്ലാം ഒരാൾ തന്നെ, അല്ലെ ഒന്നിലധികം ആൾക്കാർ. അവിടെ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ഒരാളില്ല, മനസ്സിലല്ലേ? അവരെല്ലാവരും എംപ്ലോയീസും ആണ്, ഡയറക്ടേഴ്സും ആണ്, CMDs അവരെല്ലാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ അത് അങ്ങനെ ആവത്തുള്ളൂ. അതിൻ്റെ ഒരു സ്പെസിമെൻ അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ പിന്നെ കൺസൾട്ടിങ്ങിൽ തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ കൺസൾട്ടിങ് അപ്രോച്ചും സ്റ്റാൻഡപ്പിൻ്റെ കൺസൾട്ടിങ് അപ്രോച്ചും സ്കെയിലപ്പിൻ്റെ കൺസൾട്ടിങ് അപ്രോച്ചും എൻ്റെ ഡിഫറെൻ്റ് ആണ്. സ്റ്റാൻഡപ്പിലും സ്കെയിലപ്പിലും പറയുന്ന പല സാധനങ്ങളും എവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല, സ്റ്റാർട്ടപ്പിൽ പറയാൻ പറ്റത്തില്ല. ഒന്നാമത് അവരുടെ അഫോർഡബിലിറ്റി ഇഷ്യൂസ്, രണ്ടാമത് ഡൈജസ്റ്റിംഗ് ഇഷ്യൂസ്. അതിന് സ്ട്രക്ചർ ഒന്നും ആയിരിക്കത്തില്ല. നമ്മൾ ഒരു വീട് ഉണ്ടാക്കണം, വീട് ഉണ്ടാക്കുന്നു, തുടങ്ങുന്നു, അതിൽ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. വളരെ ഒരു അമച്വർ അപ്രോച്ചാണ്. പക്ഷെ പ്രൊഫഷണലി അവർ പ്രൊഫഷണൽ തോട്ട് പ്രോസസ്സിലാണ്. അവർ ഈവൻ ഗൂഗിൾ ആയാലും ആപ്പിൾ ആയാലും അവരൊക്കെ ഒരു ഇനീഷ്യൽ പ്രോസസ്സിൽ ഇവർ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നീട് ഓരോരുത്തരായിട്ട്. ഇപ്പൊ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ സ്റ്റാർട്ടപ്പുകൾക്കാണ് ഏറ്റവും നല്ല പ്രൊഫഷണൽ കൺസൾട്ടിങ് കിട്ടുന്നത്. കാര്യം ഈ കമ്മ്യൂണിറ്റി എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ അത് വലിയ കമ്പനികൾക്ക് വർക്ക് ചെയ്തിട്ട് അറിയാലോ, ഒരു ഫാഗ് എൻഡ് ഓഫ് ദി ഒരു വർക്കിംഗ് കൾച്ചറിൻ്റെ ഡെലിവറി ഫാഗ് എൻഡിൽ കഴിഞ്ഞു കമ്പനി. അപ്പോൾ ഒരു 5 ഫിഗർ വലിയ സാലറി ഒക്കെ വാങ്ങിച്ച് ഇനി ഐ വാണ്ടഡ് ടു കോൺട്രിബ്യൂട്ട് ബാക്ക് ടു സോഹോ എന്നൊരു എക്സാമ്പിളാണ്. സോഹോയിൽ പുള്ളി വലിയ ഇത് വർക്ക് ചെയ്തിട്ടാണല്ലോ സ്വന്തമായിട്ട്. ഇപ്പം ഗ്രാമപ്രദേശത്തിൽ തന്നെയാണല്ലോ, തെങ്കാശിയിലാണല്ലോ. ഇതൊക്കെ വളരെ ഇൻസൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ വലിയ ആൾക്കാരുണ്ട്. ഇപ്പം മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ KPMG വർക്ക് ചെയ്യുന്ന നമ്മുടെ കമ്പനിയുടെ പേര് പറയുന്നത്. അവിടെയൊക്കെ ഒരു ലിമിറ്റ് ഒരു സ്റ്റാഗ്നേഷൻ എത്തി. അവർക്ക് ഇപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടപ്പുകൾ സപ്പോർട്ട് ചെയ്യാനാണ്. കരച്ചിൽ ഇവർ കൊടുക്കുന്ന കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഗൈഡൻസ് ആണ്. പക്ഷേ ഓൺലി തിങ് ഈ കുട്ടികൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണമെന്നുള്ളത് മാത്രമേ. അവിടെയാണ് മെന്ററിംഗ് എന്ന് പറയുന്നത്. കൺസൾട്ടിങ് അല്ല, ശരിക്കും ഇത് ആക്ച്വലി മെന്ററിംഗ് ആണ്. ഇത് ഞാൻ ജനറലായിട്ട് ഡൗട്ട് ചോദിക്കാം, കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് അല്ലാത്ത വളരെ കാമ്പുള്ള ബിസിനസ്സുകളുണ്ട്. പലപ്പോഴും ഇവർക്ക് ഒരു ചെറിയൊരു സപ്പോർട്ട് മതിയാവാം. കാരണം ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആസ്പിറേഷണൽ ആയിട്ടുള്ള ഒരുപാട് കുട്ടികളാവട്ടെ, അങ്ങനത്തെ ഒരു യങ് വൈബായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ വളരും. പലപ്പോഴും ഈ ഒരു സപ്പോർട്ട് നമ്മുടെ സാധാരണ ബിസിനസ്സുകളിൽ അതുപോലെ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. മനസ്സിലല്ലേ? എന്ത് ടൈപ്പ് ഓഫ് അസോസിയേഷനാണ് ഞാൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓൺട്രപ്രണർ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഡെയിലി ഫയർ ഫൈറ്റിംഗ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റവർ അവരുടെ റിസീവിങ് അക്സെപ്റ്റൻസ് കൂടുതലാണ്. അവർ ഏരിയയിൽ തുറന്നു വെച്ചിരിക്കുക സ്റ്റാർട്ടപ്പിലെ കുട്ടികൾ, മനസ്സിലല്ലേ? മാത്രമല്ല അവർ ഒരു സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് അവർക്ക് പല സ്ഥലത്തു നിന്നും എന്തുണ്ടാവും, സപ്പോർട്ട് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് സീനിയർ ലെവലിലുള്ള ആൾക്കാർ ചെല്ലും, മനസ്സിലായി? പക്ഷേ ഓർഗനൈസേഷനിൽ ഈ പറയുന്ന സ്മാൾ ഓർഗനൈസേഷനോ മൈക്രോ ഓർഗനൈസേഷനിലോ
ഐഡൻറ്റിഫിക്കേഷനോ റെക്കമെൻഡേഷനോ ഒക്കെ ആരെ കണ്ടുപിടിക്കണം, ആരോട്ട് അസോസിയേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് ആര് സപ്പോർട്ട് ചെയ്യും മനസ്സിലായി. അപ്പോൾ ആര് ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടെയാണ് മെൻറ്ററിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത്. അതൊരു ഓർഗനൈസേഷനും ഓർഗനൈസേഷൻ്റെ ഓണറിനും അല്ലെങ്കിൽ ഓൺടർപ്രണറിനും മെൻറ്ററിംഗ് എടുക്കണം. മെന്ററിംഗ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഫിസിഷ്യനെ നമ്മൾ കാണുന്നത് പോലെയാണ് ഒരു മെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ സ്ട്രൈറ്റ് ആയി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻസ് ഇഷ്യൂ വന്നു നേരെ പോയി ഒരു ഫിനാൻസ് കൺസൾട്ടിംഗ് ഗ്രൂപ്പിൻ്റെ കൂടി കണ്ടു മനസ്സിലായി. അവരവരുടെ രീതിയിൽ വർക്ക് ചെയ്യും മനസ്സിലായി. അപ്പോൾ അതൊരു കണക്ടിവിറ്റിയിൽ വരുമോ എന്ന് ചോദിച്ചാൽ കണക്റ്റിൽ വരത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു മെൻഡർ വെച്ചിട്ട് മെൻഡറുമായിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ആ മെൻഡർ ശരിക്കും പറഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യും, സ്പെഷ്യലിസ്റ്റുകൾ ഏതാണ് വേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. Why? Because this mentor is exposed to many domains. He may be exposed to marketing, he may be exposed to finance, he may be exposed to IT. ഇല്ലെങ്കിൽ ആ കാര്യം ആ മെൻഡർ എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ തോട്ട് പ്രോസസ്സിൽ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ്, കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പുതിയത് പഠിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ലേണിംഗ് സ്കിൽസുകൾ വളരെ കൂടുതലാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഫൈനാൻസ്, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ഹാഷനിലറിയാം നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഫിനാൻസിൻ്റെ ആസ്പെക്ട്സിലാണ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇത് കുറച്ചുകൂടെ ഡെപ്ത് ലെവലിൽ പോകേണ്ടതാണ്, ഇതിൻ്റെ ബിയോം ലെവലിൽ വാലിഡേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിനെയാണ് ഏൽപ്പിച്ചത്. ആ ഒരു കോസ്റ്റ് അക്കൗണ്ടിനെ നമ്മൾ ഏൽപ്പിച്ചപ്പോൾ ഉണ്ടായ ഡൈമെൻഷണൽ ഇഷ്യൂസ് ഹെവി ആയിരുന്നു മനസ്സിലായി. അതിൽ എത്രത്തോളം എമൗണ്ടുകളാണ് നമുക്ക് അതിനകത്ത് നമ്മുടെ ബിയോഎമ്മിലും കോസ്റ്റിങ്ങിലും തമ്മിലുണ്ടായ ഡിസ്പാരിറ്റി. അതായത് ആ ഓൺട്രപ്രണർ പോലും അപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോഴാണ് അതിനെപ്പറ്റി എന്താണ് കുറച്ചുകൂടി ഇത് ഇങ്ങനെയാണല്ലോ എന്നുള്ളത്. അത് നമ്മൾ പല കോസ്റ്റ് അക്കൗണ്ടന്റുമാരുമായിട്ടും ഡിസ്കസ് ചെയ്യും വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായി ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് അപ്രോച്ച് ഇതാണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അപ്രോച്ച് ഇതാണ്, ഒരു കമ്പനി സെക്രട്ടറി അപ്രോച്ച് ഇതാണ്. ഒരു കമ്പനി സെക്രട്ടറി എപ്പോഴാണ്, കമ്പനി സെക്രട്ടറി കുറേ കാര്യങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കമ്പനി സെക്രട്ടറി വരുമ്പോഴാണ് എന്താണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി. ഞാൻ ഇതായിട്ട് പറയല്ല, ഡൊമൈൻ സെൻട്രിക് ആയിട്ടുള്ള സർവീസുകൾ നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രീമിയം ആയിട്ടുള്ള സാധനം. പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള സാധാരണ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവരുടെ ഗ്രോത്തിൽ പ്രോപ്പറായിട്ടുള്ള മെന്റർഷിപ്പ് ആയിരിക്കാം ഒരു ഫാക്ടർ. യെസ്. ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറയുകയാണ്, ഈ മെൻറ്റർഷിപ്പ് തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ജെനുവിനായിട്ടുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും ഒരുപാട് ഫേക്ക് പ്രാക്ടീസസും നടക്കുന്ന ഒരു സെക്ടറാണ്. ശരിക്കും എങ്ങനെ ഒരു റൈറ്റ് സെറ്റ് ഓഫ് മെൻറ്ററിനെ എങ്ങനെ ഒരാൾക്ക് സെലക്ട് ചെയ്യാം? ബേസിക്കലി റെഫറൻസിൽ കൂടെ തന്നെയാണ് ഇത് വരേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഈ മെൻറ്റേഴ്സ് ഒന്നും പബ്ലിക്കലി അങ്ങനെ ഐ എം റെഡി ഫോർ ഗിവിംഗ് മെൻറ്ററിംഗ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും വരുന്നതായിട്ട് എനിക്ക് കണ്ടിട്ടില്ല മനസ്സിലായി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ റെഫറൻസിങ്ങിലാണ്, ഇന്നൊരു ക്ലയൻ്റ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന സപ്പോർട്ട് കിട്ടി അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ. അപ്പോൾ ആ റെഫറൻസിൽ കൂടെ തന്നെയാണ് അവർക്ക് കുറച്ചുകൂടി ഒരു നോബിൾ അപ്രോച്ചാണ് അതിനകത്ത് വേണ്ടത്. ഇത് ടീച്ചിങ് പോലെയാണ് ശരിക്കും പറഞ്ഞത്. ഒരാളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനും ഒരു നോബിൾ അപ്രോച്ചാണ്. അല്ലെങ്കിൽ അതിനകത്ത് അത് ആ കുട്ടി റാങ്ക് വാങ്ങിക്കുമെന്നുള്ളതല്ല, ആ കുട്ടിയുടെ തോട്ട് പ്രോസസ്സിനെ കറക്റ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞത് ഒരു ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരു ഓർഗനൈസേഷൻ്റെ ടീച്ചറാണ് മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നല്ല ഒരു നോബിൾ അപ്രോച്ചാണ് അവിടെ ഒരു എന്താ പറയുക ഒരു മോണിറ്ററി അല്ല ഫാക്ടേഴ്സ് മനസ്സിലായി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഈ നമ്മളിപ്പം സൗത്ത് ഇന്ത്യയിൽ തന്നെ കുറച്ചധികം കമ്പനികളുമായിട്ട് IPO ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നു. ബേസിക്കലി ഞാൻ IPO കൺസൾട്ടൻ്റ് അല്ല, പക്ഷേ എന്നാലും നമ്മൾ IPO ചെയ്യുന്ന ആൾക്കാരുണ്ട്. മർച്ചന്റ് ബാങ്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ NSEയിലെ ടോപ്പ് ഒഫീഷ്യൽസോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഈ ഓൺട്രപ്രണറിന് വേണ്ടിയിട്ട് പല ഡയമെൻഷൻസിലും കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ IPOക്ക് കേരളത്തിൽ പോകാൻ പറ്റുന്ന വളരെയധികം കമ്പനികളുണ്ട്. പക്ഷേ അപ്പോൾ ഇനിഷ്യൽ പബ്ലിക് ഓഫറിൽ പോകാൻ പറ്റും. പലരും എവിടെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുക. ഓക്കെ, MSME ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ബാക്കിയുള്ള കുറേ സ്ഥാപനങ്ങളൊക്കെ അതിന് സപ്പോർട്ടുകൾ കൊടുക്കുന്നു. പക്ഷേ എവിടെ തുടങ്ങണം, ആരെന്നെ പിച്ച് കാര്യത്തിൽ ഈ ഓൺട്രപ്രണർ കൂടുതലും ഓപ്പറേഷൻ ലെവലിൽ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്കുള്ള പുള്ളിയുടെ തോട്ട് പ്രോസസ്സോ സമയം വളരെ കുറവായിരിക്കും മനസ്സിലായി. അപ്പം ഓൺ ദ വേ ബാക്ക് ടു ഓഫീസ് എന്ന് പറയുന്ന രീതിയിൽ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒരു മെൻറ്ററിനാണ് ഇവരെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇന്ന ആളുമായിട്ട് കണക്ട് ചെയ്യാനോ അത് ഷെഡ്യൂൾ ചെയ്യാനോ അതിൻ്റെ പ്രോഗ്രസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി സാർ. ഇപ്പോൾ ഇതിൽ ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാൻ IPO ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ച് ഇവർ ഈ പറഞ്ഞ ഡേ ടു ഡേ ആ ഒരു ചേസിലായിരിക്കും. അവർക്ക് തിരിച്ച് ഒരു പുതിയ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനടക്കമുള്ള സമയം കിട്ടാത്ത രീതിയിൽ അത്രയും ബിസി ആയിരിക്കും. ശരിക്കും ഇത്തരത്തിലുള്ള ഫൗണ്ടേഴ്സ്
അവരുടെ ഒരു 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 ടോട്ടൽ ജേണിയിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്ന് സാറ് വിചാരിക്കുന്നു? സാർ ഇത്രയും ഒരു 10-25 വർഷമായിട്ടുള്ള സാറിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഫൗണ്ടറിനെ സംബന്ധിച്ച് നിർബന്ധമായിട്ടും അയാളുടെ ബിസിനസ്സിനെ ആവട്ടെ, അയാളുടെ പേഴ്സണൽ ലൈഫ് ആവട്ടെ, അടുത്ത ലെവലിലേക്കുള്ള ആ ഒരു ഗ്രോത്ത് പ്ലാനിൽ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി. ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആര് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യത്തിന് പുള്ളി അദ്ദേഹം ആൻസർ കണ്ടെത്തിയിട്ടുണ്ടാവണം. അതാണ് ആദ്യത്തെ കാര്യം. ഫസ്റ്റ് കാര്യം. എക്സിസ്റ്റിംഗ് ടീമിൽ ആരൊക്കെ തൻ്റെ കൂടെ ഉണ്ടാവും? അത് ഇൻഹൗസ് ആവാം, ഔട്ട് ഹൗസ് ആവാം, എന്തോ ആവാം. ഓക്കെ. പുള്ളിക്ക് അദ്ദേഹത്തിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എത്രയും പെട്ടെന്ന് എടുക്കുമെന്നുള്ളതാണ്. ഓക്കെ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇതിനെ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് കൊണ്ടുവിടും. ഇത് ബാറ്റ് ഇൻ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് അവിടെയാണ് നമ്മൾ കോർപ്പറേറ്റൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പ്രോസസ്സിലേക്ക് വരുന്നത്. അപ്പോൾ എന്നാലും അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാവണം. മനസ്സിലായി? ഹൂ വിൽ ലീഡ്? പല ഓർഗനൈസേഷനിലും നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ ജൂനിയർ ലെവലിൽ കയറിയ ടീം മെമ്പേഴ്സ്, എംപ്ലോയി ലെവലിലുള്ള ആൾക്കാർ ആ ഓർഗനൈസേഷൻ്റെ ഹെഡ് ആവുന്നത്. അപ്പോൾ അതും ഒരു എന്താ പറഞ്ഞാൽ സക്സഷൻ പ്ലാനിങ് ആണ്. ഈ സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് ഹർഷന് അറിയാമല്ലോ, ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണറിൻ്റെ അടുത്ത ജനറേഷൻ ആൾക്കാരെ നമ്മൾ ബിസിനസ്സിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ അവരെ ഗ്രൂം ചെയ്യാം, എങ്ങനെ അവരെ മോൾഡ് ചെയ്യാം, എന്തൊക്കെയാണ് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് അവർ കടന്നു പോകേണ്ടത് എന്ന് പറയുന്ന വളരെ വ്യക്തമായ ഒരു പ്ലാനുകൾ നമ്മൾ ഈ പറയുന്ന കൺസൾട്ടിങ്ങും മെൻറ്ററിങ്ങും ഒക്കെ കൊടുക്കുന്ന ഓർഗനൈസ് നമ്മൾ അതായത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ഓർഗനൈസേഷൻ്റെ അടുത്ത സക്സഷൻ പ്ലാൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പല രീതിയിലുള്ള മെത്തഡോളജീസും മെത്തേഡ്സും ഉണ്ട്. മനസ്സിലായി? അതൊരു പഠിപ്പിക്കലല്ല, അതൊരു ടണലിംഗ് പ്രോസസ്സാണ്. ഈ ടണലിംഗ് പ്രോസസ്സിലൂടെ ഇവരെ കടത്തി വിടണം ക്ലിയർ ആയിട്ട്. അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയും ഓൺട്രപ്രണേഴ്സും ഇത്രയും കമ്പനികളുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ പല ആൾക്കാരോടും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓൺട്രപ്രണർ സ്വന്തം മക്കളോട് പറയാൻ ലിമിറ്റേഷനുള്ള കാര്യങ്ങളുണ്ട്, സ്വന്തം ഫാമിലിയോട് പറയാൻ ലിമിറ്റേഷനുള്ള കാര്യങ്ങളുണ്ട്, മനസ്സിലായി? ബാങ്കിനോട് പറയാൻ ലിമിറ്റേഷനുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ്, അതൊക്കെ അങ്ങനെ ഉണ്ട്. ഇതെല്ലാത്തിൻ്റെ ഒരു ബോംബാണ് ഈ പറയുന്ന ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഒരു വ്യക്തി അതിലേക്കാണ്, ഈ സെൻട്രൽ പോയിന്റിലേക്കാണ് ഇതെല്ലാം കൂടി ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സക്സഷൻ പ്ലാൻ ഒരു ഫാക്ടറാണ്. ഞാനിപ്പം പറയുകയാണ്, നമ്മൾക്ക് ഈയിടയ്ക്ക് വന്ന കേസാണ്. 2030 ആ ഓൺട്രപ്രണറിന് ക്ലാരിറ്റി ഉണ്ട്, മലേഷ്യയിൽ ഫാക്ടറി സെറ്റ് ചെയ്യണം. 2030 ഓക്കെ, ഗോളാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെ എത്തി നിൽക്കുക. അപ്പോൾ 2030 അവിടെ ഫാക്ടറി സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആരെ വിടും അവിടെ? അതിപ്പോഴേ ചിന്തിക്കണം. ആരെയാണ് ഞാൻ ഇപ്പോഴേ ഗ്രൂം ചെയ്യേണ്ടത്? ഇത് വലിയ ഗെയിമാണ്. നമുക്ക് 2030 ജനുവരിയിൽ പ്ലാന്റ് സെറ്റ് ചെയ്യണമെന്നുള്ള ഗോളിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 2030 ജനുവരിയിൽ അവിടെ നിൽക്കുന്ന ഒരാൾ പിടിച്ച് അവിടെ ഫാക്ടറിയുടെ ഹെഡാക്കാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ പ്രോസസ്സുകൾ ഇപ്പോഴേ നമ്മൾ തുടങ്ങണം. ഓക്കെ, അതിനുള്ള പ്ലാനിങ്, പീപ്പിൾ പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങണം. അടുത്ത പ്രോഡക്റ്റ് പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങണം. അപ്പോൾ സാർ, ഞാൻ ചോദിക്കുന്നത്, എൻ്റെ സ്ഥാപനത്തിന് എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അതിനെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എലമെൻറ്റ്സിൽ ഡെവലപ്പ് ചെയ്യണം. എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ, എൻ്റെ ഗ്രൂപ്പിൽ നിന്നാണെന്നല്ല, എവിടെ നിന്നായാലും, ഹയറിങ് ആയിക്കോട്ടെ, ഇൻഹൗസ് ആവട്ടെ, ഔട്ട് ഹൗസ്, എവിടെ നിന്നായാലും എനിക്ക് അവിടത്തേക്ക് ആ ചെസ് ബോർഡിലേക്ക് ആൾക്കാരെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ കാര്യത്തിൽ ഇതിനൊക്കെ അണ്ടർലൈനിങ് ആയിട്ടുള്ള ഒരു കാര്യം, അവർ എത്രത്തോളം കാലം കൂടെ ഉണ്ടാവും. അപ്പോൾ അത്രത്തോളം കാലം കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു എംപ്ലോയിയെ ട്രീറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അവർ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതായത് എംപ്ലോയി സെഗ്മെൻറ്റിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കോളർ, ബ്ലൂ കോളർ എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. കോർ ടീം, ഒരു കോർ ടീമിൻ്റെ അത്യാവശ്യം, ഹൂ ഇസ് എ കോർ ടീം, വാട്ട് ആർ ദ പ്രിവിലേജസ്. നമ്മളിതിൽ ഒരു ഓർഗനൈസേഷനിലെ സ്ട്രക്ചർ ചെയ്തപ്പോൾ, വലിയ ഓർഗനൈസേഷനാണ്, 14,000 അറിയാമല്ലോ, 14,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. അവിടെ ഒരു HR ഒരു ക്ലാരിറ്റി ഇഷ്യൂ വന്നു. ആര് എന്ത് ചെയ്യും? ഈ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് ക്ലാരിറ്റിയോട് കൊടുത്തു പറഞ്ഞാൽ, പോളിസി മേക്കറാണോ ഡിസിഷൻ മേക്കറാണോ? ഓക്കെ, കേൾക്കുമ്പോൾ രണ്ടുപേരാണ് ഗ്രീയും. പോളിസി മേക്കറും ഡിസിഷൻ മേക്കറും. പോളിസി മേക്കർ ഈസ് എ ഹൈ ലെവൽ തിങ്. പോളിസി മേക്കർ എന്താണ്? ഒരു പോളിസി ഉണ്ടായിട്ട് പോളിസി ഉണ്ടാക്കാൻ പറ്റുകയും ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കോസ് എഫക്റ്റ്, അതിൻ്റെ വരാൻ പോകുന്ന എഫക്റ്റുകൾ എത്രത്തോളം വരുമെന്ന് കാണാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ശരിക്കും പോളിസി മേക്കിംഗ് ഇരിക്കേണ്ടത്. മനസ്സിലായി? സീനിയർ ലെവൽ ആൾക്കാരാണ് ശരിക്കും പറഞ്ഞത്. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സംവാട്ട് ഈ പോളിസീനെ ഡിഫറെൻറ്റ് സാഹചര്യത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ബേസിക്കലി ആക്ട് അക്കോർഡിംഗ്ലി, ബെസ്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, ആക്ട് അക്കോർഡിംഗ്ലി. അവരൊരു മാനേജറാണ്, പക്ഷേ പോളിസി മേക്കർ അല്ല, ഡിസിഷൻ മേക്കറാണ്.
അതായത് പോളിസി മേക്കർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഭാവിയിലേക്ക് വരാൻ പോകുന്ന എല്ലാ അതിന് ഇമ്പാക്ട് സെൻസ് ചെയ്യാൻ പറ്റും. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ഇമ്പാക്ട് സെൻസ്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ റണ്ണിങ് ആയിട്ട് നടക്കുന്ന ഒരു ഓർഗനൈസേഷന് തമിഴ്നാട്ടിലേക്ക് പോകണം, മനസ്സിലായി? തമിഴ്നാട്ടിലേക്ക് പോകണമോ വേണ്ടയോ, ദാറ്റ് ഇസ് എ പോളിസി, മനസ്സിലായി? അപ്പോൾ ആ ഒരു പോളിസിക്ക് ഭയങ്കര ഇമ്പാക്റ്റുകളുണ്ട്. കേരളത്തിൽ സക്സസ്ഫുൾ ആയ ഒരു കമ്പനി തമിഴ്നാട്ടിലേക്ക്, വളരെ സക്സസ്ഫുൾ ആയ ഒരു കമ്പനി, പേര് പറയാൻ പാടില്ല, നമ്മൾ എല്ലാ ആൾക്കാരും നമ്മൾ NDA സൈൻ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് സൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് അവർക്ക് പോകുന്നതിന് മുമ്പ് അവർ കുറേ കാര്യങ്ങളിൽ പോളിസി ഡിസിഷൻ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഈ ക്ലാരിറ്റി നമ്മൾ കൊടുക്കുമ്പോഴാണ് അവരുടെയും ഇൻസൈറ്റ് കുറച്ചുകൂടെ വൈഡർ ആവുന്നത്. അല്ലെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്നോട് 20-25 വർഷമുള്ള ആൾ പോളിസി മേക്കറാണോ ഡിസിഷൻ മേക്കറാണോ, അയാൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം? ചിലപ്പോൾ അയാൾ പോളിസി മേക്കർ ആക്കാൻ പറ്റത്തില്ല, ചിലപ്പം ഡിസിഷൻ മേക്കറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ വലിയ കോൺസെപ്റ്റാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ടുകൾ സെറ്റ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പുതിയൊരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു യൂണിറ്റോ തുടങ്ങുമ്പോൾ ആരാണ് എനിക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് മീ, മിറർ എന്ന് പറയാൻ പറ്റില്ല, സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഓണ്ടർപ്രണറിന് റീപ്ലേസ്മെന്റ് ഇല്ല, അയാൾ തന്നെയാണ്. അയാൾക്ക് ഒരിക്കലും അത് സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഓപ്പണായിട്ട് പറയാണ്. അപ്പം എന്നാലും സംഭവം DNA-യിൽ തോട്ട് പ്രോസസ്സിലും എക്സിക്യൂഷനുള്ള കപ്പാസിറ്റി മേലായിക്കോട്ടെ, കുഴപ്പമില്ല, ഉണ്ടാവാം. ഞാൻ തന്നെയാണ് എല്ലാം എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും ഇദ്ദേഹത്തിന് DNA-യിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണല്ലോ ടാറ്റയിലെ ഒരു ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ. ടാറ്റ വളരെ ക്ലിയർ ആണല്ലോ, ടാറ്റയുടെ ഹെറിഡിറ്ററിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോഡ്രേജിന്റെ ഹെറിഡിറ്ററിയാണ് ചെയ്യുന്നത്. ഏത് ബിസിനസ് ചെയ്താലും ഗോഡ്രേജിന്റെ ഒരു ഹെറിഡിറ്ററി ഉണ്ടാവും, ഒരു ലെഗസി ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ. ഈ പീപ്പിളിൽ തന്നെ സാറ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു കീ ഇൻസൈറ്റ് കിട്ടിയിട്ടുള്ളത് അവരുടെ സെക്കൻഡ് ലൈൻ. അത് ഈ പറയുന്ന ഒരു ഓൺട്രപ്രണർ കഴിഞ്ഞ വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്നതിന് ഹു വിൽ ഡു വാട്ട് നെക്സ്റ്റ്, വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹു വിൽ ഡു വാട്ട് നെക്സ്റ്റ്? ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് മേ ബി ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ ആയിരിക്കും. അതെ, ഓരോരുത്തർക്കും ഓരോ ഇമോഷൻസ് ആണ്. ഒരിക്കലും ഒരു ഓൺട്രപ്രണറിന്റെ എക്സ്പെക്ടേഷൻ ലെവൽ എപ്പോഴും ഹൈ ആണ്. അതുകൊണ്ടാണ് അതൊരു 1000 വാട്ട് ബൾബാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ ബാക്കിയുള്ള എല്ലാം വരത്തുള്ളൂ. അവർ അത്രയും ബ്ലൂം ചെയ്ത് നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ ആ ബൾബിലേക്ക്, ആ ഒരു റേഡിയേഷനിലേക്ക്, ആ ഒരു വാട്ടേജിലേക്ക് ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത് കൂടെ അവരെ എത്തിക്കൊണ്ടുവരിക എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഞാൻ മാത്രമാണ് ശരി, ഞാൻ ചെയ്താലേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതൊക്കെ ഒന്നും എന്താവത്തില്ല. ഒരു പരിധിക്കപ്പുറം വളർച്ചയെ കട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പം ഈ ഓൺട്രപ്രണറും ഒരു ടണലിംഗ് പ്രോസസ്സിലൂടെയും ഒരു തോട്ട് പ്രോസസ്സിലൂടെയും ഒരു മെൻറ്ററിങ് പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് കുറച്ചും കൂടെ നല്ല ആൾക്കാർ മാർക്കറ്റിലുണ്ട്. നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പല കമ്പനികൾക്കും എന്താ പറയണേ മെൻറ്ററിങ്ങും സക്സസ്ഫുൾ ഒരുപാട് നല്ലതാണ്. എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പ്രിഡോമിനലി കുറച്ച് കുറവാണ്. നോർത്തിലാണ് കുറച്ചുകൂടെ വലിയ ആൾക്കാരൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുവരുന്നത്. അവരൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ വളരെ അതിന് ബെറ്റർ ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. ഇവരുമായിട്ട് ഇരിക്കും, ഡിസ്കസ് ചെയ്യും, ബ്ലൂ പ്രിന്റ് ഉണ്ട്. ആ ബ്ലൂ പ്രിന്റിന്റെ എങ്ങനെ എക്സിക്യൂഷൻ. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സിക്യൂഷൻ മെച്യൂരിറ്റി ഈസ് പ്യൂർലി ലൈസ് വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് ദി ടോപ്പ് മാനേജ്മെന്റ് ആസ് വെൽ ആസ് ക്വാളിറ്റി ഓഫ് ദി പീപ്പിൾ. 2 ഫാക്ടേഴ്സ്. ഡിറ്റർമിനേഷൻ ഓഫ് ദി മാനേജ്മെന്റ്, ഒന്ന് ക്വാളിറ്റി ഓഫ് ദി പീപ്പിൾ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്കകത്ത് ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട്. ലോങ് ടൈം ചിന്ത, ഇതുമായിട്ട് അലൈൻ ചെയ്യാനുള്ളവരുടെ കഴിവ്, മനസ്സിലല്ലേ? ഏത് ലെവലിൽ നമ്മൾ ഇവർക്ക് വിട്ടുകൊടുക്കണം. പീപ്പിൾ ഈസ് വെരി 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 ഹൈലി ഡൈനാമിക് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ കാണുന്ന HR എന്ന് പറയുന്നത് എന്താണ്? ആൾക്കാരെ എടുക്കുന്നു, റിക്രൂട്ട്മെന്റ് കൊടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു, പിന്നെ MMO കൊടുക്കുന്നു, അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുക്കുന്നു, പ്രൊമോഷൻ കൊടുക്കുന്നു, ട്രാൻസ്ഫർ, ക്ലറിക്കൽ ജോബ്. ഇതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പാടാണ്. നിങ്ങൾ ഹ്യൂമൻ ക്യാപിറ്റൽ വർക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് വേറെ എല്ലാത്തിനകത്തും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ടെംപ്ലേറ്റ്സുകളുണ്ട്. ഫിനാൻസ് ഒരു ടെംപ്ലേറ്റ് ആണ്, ഒരു അപ്രോച്ചാണ്. ഹ്യൂമൻ അങ്ങനെ ഒരു അപ്രോച്ച് ഇല്ല. കാര്യം ഇപ്പോൾ ഞാനും ഹാഷിലുമായിട്ട് സംസാരിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാഷിലിന് ഏത് സമയത്തും ഹാഷിലിൻ്റെ തോട്ട് പ്രോസസ്സ് മാറാം, മനസ്സിലായി? അപ്പോൾ എന്ത് സംഭവിക്കാം? കാര്യം ഹ്യൂമൻ തോട്ട് പ്രോസസ്സ് എങ്ങും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. കുറേ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് വെച്ചിട്ട് ഇങ്ങനെ പോകുമെന്നുള്ള ഇതേ ഉള്ളൂ. അത് മറ്റേതിൻ്റെ അത്രയും ആക്യുറസി ഒരിക്കലും ഹ്യൂമൻ ക്യാപിറ്റൽ കിട്ടും. അതുകൊണ്ടാണ് അപ്ലൈഡ് HR-ൽ ഏറ്റവും കൂടുതൽ, ഞാനൊക്കെ പറയുന്നത് HR-ൽ ഏറ്റവും കൂടുതൽ അപ്ലൈഡ് സൈക്കോളജിയാണ് യൂസ് ചെയ്യേണ്ടത്. സൈക്കോളജി അല്ല, അപ്ലൈഡ് സൈക്കോളജി. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള
ഒരു ഇനിഷ്യേറ്റീവുകൾ തന്നെ കുറവാണ്. അപ്ലൈഡ് സൈക്കോളജി മെത്തഡോളജി കൂടെയൊക്കെ റിക്രൂട്ട്മെന്റ് നടന്നത് അതിനാണ് സൈക്കോമെട്രിക്. അതിൻ്റെയൊക്കെ പെരിഫറിൽ നിൽക്കുന്ന സാധനങ്ങളാണ് സൈക്കോമെട്രിക്. ഇപ്പോൾ നിങ്ങൾ ബാങ്കിങ് സെക്ടറിൽ എടുത്താലും സൈക്കോമെട്രിക് അനാലിസിസ് വഴിയേ ആൾക്കാർ ഇപ്പോൾ എടുക്കത്തുള്ളൂ. മനസ്സിലായി? അപ്പോൾ സീനിയർ ലെവലിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം നമ്മൾക്ക് സൈക്കോമെട്രിക് അനാലിസിസ്, പിന്നെ അതുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരതുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ ഞാനിപ്പം റിക്രൂട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കാൻഡിഡേറ്റ്സിൻ്റെ ചെക്ക് ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തിന് ഏതെങ്കിലും എന്താ പറഞ്ഞാൽ അതിനോട് ചായ കൊണ്ടോ ഇതെങ്ങനെയാണ് പുള്ളിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. കാര്യം അതൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. പണ്ടത്തെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ BVG എന്ന് പറയുന്ന പ്രോസസ്സിന്റെ അഡ്വാൻസ്ഡ് ലെവലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് തന്നെ പ്രത്യേക ഏജൻസികൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബാഡ് ഹയറിങ്ങും റോങ് ഹയറിങ്ങും ഇപ്പോൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോയിന്റാണ്. റോങ് ഹയറിംഗ് ആയാലും ബാഡ് ഹയറിംഗ് ആയാലും പ്രശ്നമാണ്. അറിയാമല്ലോ, റോങ് ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ബാഡ് ഹയറിംഗും ഉണ്ട്, റോങ് ഹയറിംഗും ഉണ്ട്. റോങ് ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ആ സ്കിൽ സെറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ നമ്മൾ റോങ് ആയിട്ട് ഹയർ ചെയ്തു. ഒരു എക്സാമ്പിൾ ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ സെയിൽസിലേക്കല്ല ഒരാളെ വേണ്ടത്. മനസ്സിലായി? ഞാൻ എപ്പോഴോ സെയിൽസ് ചെയ്ത ഒരാളെ, സെയിൽസ് സ്കില്ലാത്ത, സെയിൽസ് ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ എന്ത് ചെയ്തു, കുഴപ്പമില്ല, ഈ ചെറിയ എസ്പെഷ്യലി ഈ സ്മോൾ ആൻഡ് മീഡിയം ഓർഗനൈസേഷൻ സംഭവിക്കുന്ന നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഒന്ന് പഠിച്ചിട്ട് നിൽക്കുകയാണ്, ഒന്ന് സെയിൽസിലേക്ക് ഒന്ന് എടുത്തിട്ടേക്ക്. കാര്യം എല്ലാവരും വിചാരിക്കുന്നത് സെയിൽസ് ആണ് ഈസിയസ്റ്റ് ജോബ് എന്നാണ്. ഒരു ഓർഗനൈസേഷനിലെ സെയിൽസ് ടീമിനെയാണ് ഏറ്റവും സ്ക്രൂട്ടനൈസ് ചെയ്ത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. കാര്യം ദേ ആർ ദ ഫേസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. മനസ്സിലായി? ബാക്കിൽ നമുക്ക് എന്തും കറക്റ്റ് ചെയ്യാം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫേസ് തന്നെ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ സെയിൽസിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പോയിന്റ് ഉണ്ട്, ദ ടഫസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ഈസ് സെയിൽസ്, ദ ഈസിയസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ഈസ് ആൾസോ സെയിൽസ്. യെസ്, കാര്യം സ്കില്ല് ഭയങ്കര ഫാക്ടറാണ്. സ്കിൽ ഈ 31-ാം തീയതി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് എൻജോയ് ചെയ്യുന്ന സെയിൽസുകാരുണ്ട്. 30-ാം തീയതി 31-ാം തീയതി വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന സെയിൽസുകാരുണ്ട്. അപ്പൊ ഇത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ അപ്രോച്ചാണ്. സെയിൽസ് സ്കില്ലുള്ള ആൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അയാൾക്ക് അതൊരു ആഘോഷമാണ്. മനസ്സിലായി? ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, എൻജോയ്. ടാർഗറ്റിനെ പേടിക്കുന്ന സെയിൽസുകാരുണ്ട്, ടാർഗറ്റിനെ പിന്നെ എൻജോയ് ചെയ്യുന്ന സെയിൽസുകാരുണ്ട്. മനസ്സിലായി? പിന്നെ എപ്പോഴും ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കമ്പനികൾ അച്ചീവ്മെന്റിന്റെ ഏറ്റവും മേളിൽ കൊണ്ട് വെക്കും, കേൾക്കുമ്പോഴേ ഇവർ പിടിവിടും. അവിടെയൊക്കെയാണ് അപ്ലൈഡ് സൈക്കോളജി. അപ്പോൾ അത് ടാർഗറ്റ് സെറ്റിങ്ങിൽ പോലും അപ്ലൈഡ് സൈക്കോളജി യൂസ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം അതാണ്. നമ്മൾ ഒരാളിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ചില അപ്രോച്ചുകളുണ്ട്. ടെംപ്ലേറ്റ് അപ്രോച്ചിൽ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പല മോഡലുകളും നമുക്കത് കണക്ട് ചെയ്ത് കേസ് സ്റ്റഡീസും പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ പെർഫോം ചെയ്യത്തില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ പോലും നമ്മൾ ഈ പാരാമീറ്റേഴ്സിലൂടെ കടത്തി വിടുമ്പോഴത്തേക്ക് അവർ പെർഫോം ചെയ്യും. സൈലന്റ്. അത് അവൻ്റെ മാനേജറിൻ്റെ ആ ഒരു അവൻ്റെ മാനേജർ ഇദ്ദേഹത്തിനെ മെൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരു ഫാക്ടറാണ് മെൻറ്ററിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ പറയുന്നത് വെച്ചിട്ട് അപ്ലൈഡ് സൈക്കോളജി വളരെ സീരിയസ് ആയിട്ട് HR ഡിപ്പാർട്ട്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് മേ ബി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന്റെ റെലവൻസ് ആണോ, അതല്ല ഫ്രം ദ അല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ കൂടുതലാണ്. കാര്യത്തിൽ ജനറേഷനുകളുടെ ഗ്യാപ്പുകൾ ഭയങ്കരമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ യൂത്തിനെയൊക്കെയാണ് നമ്മൾ 20 വയസ്സ് മുതൽ 25-30 വയസ്സ് വരെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ സെയിൽസിൽ എടുക്കുമ്പോൾ നമ്മൾ പണ്ട് സെയിൽസ് ട്രെയിനിങ്ങിൽ കൊടുത്തുകൊണ്ടിരുന്ന പല സാധനങ്ങളും ഇപ്പം വർക്ക് ചെയ്യത്തില്ല. മനസ്സിലല്ലേ? ഇപ്പം നമ്മളിപ്പം പണ്ട് നമുക്കറിയാലോ, സെയിൽസിൽ നിൽക്കുന്ന ഒരാളെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്, ഇയാൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഒരു ഫോമാറ്റ് നമുക്കത് കാണാൻ പറ്റത്തില്ല. ഞാൻ പറയാൻ പാടില്ല, നമ്മളൊക്കെ വർക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സെയിൽസുകാരെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സിക്യൂട്ടീവ് വെയറിൽ നിൽക്കുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ കാണുന്നത് ജീൻസും ടിഷർട്ടും ഇട്ടാണ്. സ്റ്റുഡിയോയിൽ നിങ്ങൾ കാണുന്നത് ബ്ലാക്ക് ഷർട്ടാണ്. ബ്ലാക്ക് സെയിൽസുമായിട്ട് നമ്മൾ ഫണ്ടമെന്റലി പഠിച്ചിരിക്കുന്ന പറഞ്ഞാൽ ബ്ലാക്ക് ഷർട്ട് ഒന്നും ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോഴത്തെ ജനറേഷനോ ഇപ്പോഴത്തെ കസ്റ്റമറിനോ അതൊന്നും റെലവെന്റ് അല്ല. മനസ്സിലായി? അപ്പൊ അവിടെയൊക്കെ എവിടേക്കോ ഈ പറഞ്ഞ ഷേപ്പുകൾ ഔട്ടായി. എനിക്ക് തോന്നുന്നു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഇന്നത്തെ ഒരു മാൻ പവർ മാനേജ്മെന്റ് എടുത്താലും എൻ്റെ ഒരു അപ്രോച്ച് കേട്ടോ. ബിക്കോസ് ഒരു സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന തലമുറകളുടെ ഒരു മാറ്റം നമ്മുടെ അച്ഛൻ ആ ഒരു കാറ്റഗറി ആവട്ടെ, അവരുടെ ഒരു ജനറേഷൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നുള്ളവർക്ക് ജോലി എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഒരിക്കലും. ഇന്നത്തെ ഒരു ഇപ്പൊ നമ്മൾ സോക്കോൾഡ് വിളിക്കുന്ന ജെൻസി എന്ന് പറയുന്ന ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ബിക്കോസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ചുറ്റുപാടൊന്നും ഉണ്ട്. അപ്പൊ അതിനിടയ്ക്ക് അവർ ചൂസ് ചെയ്യാണ്. നമ്മുടെ പേരൻസ് നമ്മൾക്ക് ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരാണ് ആദ്യം ചോദിക്കുന്നത്, അവിടെ ESCയും PF നിനക്കുണ്ടോ? അതാണ് ഫസ്റ്റ് ചോദ്യം. ആദ്യം ഗവൺമെന്റ് ജോബ്. പ്രൈവറ്റ് ആണെങ്കിൽ ESCയും PF ഉണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. ഇപ്പം പറയാം അതൊന്നും അല്ല.
വാട്ട് ഈസ് യുവർ CTC? It is a 5-figure or 6-figure or 7-figure salary you are getting or not? കാര്യം അത്രയും സാലറികൾ ഇപ്പം ഇപ്പം നമ്മളെ ഇതല്ല ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ MSME സെഗ്മെന്റിൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളൊന്നുകൂടാണ്. ഇവരെ ഈ ക്രൗഡിനെ, ഈ ഹെട്രോജീനിയസ് ഗ്രൂപ്പിനെ എങ്ങനെ മാനേജ് ചെയ്യും? അവിടെ ഒരു ഈ കാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് നമ്മുടെ ഈ പറയുന്ന പഴയ ഒന്നും വർക്കൗട്ട് ചെയ്യണമെന്ന് കാര്യമില്ല. എനിക്ക് തോന്നുന്നു സാർ, നമ്മുടെ ഓൾ കേരള എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഞങ്ങളുടെ ഒരുപാട് ക്ലയൻസിൻ്റെ കേസിൽ പുതിയൊരു ഹയറിംഗ് നടക്കുന്ന സമയത്ത് പുതിയൊരാളെ കിട്ടുക എന്ന് പറയുന്നത് ഇത്രയും ഹെക്ടിക് ടാസ്ക് ആയിട്ടുണ്ട്. എസ്പെഷ്യലി 20 to 30 എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പിൽ വളരെ ഡിഫിക്കൽട്ടുമാണ്. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 40s-ലോ 50s-ലോ നിൽക്കുന്ന ഫൗണ്ടേഴ്സിൻ്റെ അപ്രോച്ച് ഒരിക്കലും ഇവർക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അവിടെ ശരിക്ക് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ വല്ലാത്ത ഒരു പീപ്പിൾ സെഗ്മെന്റിൽ സാധാരണ ഒരു HR പ്രാക്ടീഷണറിനെ കൊണ്ട് ഇനി മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ആ HR പ്രാക്ടീഷണറിനും ചേഞ്ച് ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു. ആ HR പ്രാക്ടീഷണർ എന്താവണം? അപ്ലൈഡ് സൈക്കോളജിയും ഈ നടക്കുന്ന ഡൈനാമിക്സിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കാര്യം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടാവും. നിങ്ങൾ ജനറൽ മാനേജറോ സീനിയർ മാനേജറോ ഒരു വൈസ് പ്രസിഡന്റോ ഒക്കെ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാപ്പും ഈ പറയുന്ന നമ്മൾ റിസൾട്ട് എടുക്കേണ്ട ഫ്രണ്ട് ലൈൻ ഫീറ്റ് ഓൺ ദി സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട റിസൾട്ടും ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് ഇവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവരെ ഡെലിവറി കൺട്രോളിലേക്കാണ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതെല്ലാം മെക്കാനിസംസ് ആണ്. ഞാനിത് ഇത്രയും പറയാൻ കാര്യം നമ്മളുടെ ആ 3 പീസിലെ പീപ്പിളിനും അത്രയും വലിയൊരു വൈഡർ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാട്ടുക. അപ്പം ഇതിനെല്ലാം നമ്മൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ അനുസരിച്ചും മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചും ഇപ്പോഴത്തെ ഒരു ജെൻസി ആ ഒരു ഫാക്ടർ അനുസരിച്ച് ടൂളുകളും സിസ്റ്റംസും പ്രോസസ്സുകളും അതിനും ഡെവലപ്പ് ചെയ്യണം. അടുത്ത നമ്മൾ പോയിന്റിലേക്ക് വരുന്നത് പ്രോസസ്സ് നമ്മൾ പഠിക്കുമ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിനകത്ത് അനലൈസ് ചെയ്യുമ്പോൾ എത്രത്തോളം കേപ്പബിളാണ് നമ്മുടെ പ്രോസസ്സ് ഓട്ടോമേഷൻ നടക്കുന്നുണ്ടോ? ഓട്ടോമേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ് ഓട്ടോമേഷൻ പ്രോസസ് ഓട്ടോമേഷൻ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ CRM ഇല്ല എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രോസസ് ഓട്ടോമേഷൻ നടന്നിട്ടില്ല. CRM ഇല്ലാത്തൊരു സെയിൽസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, കാര്യം കസ്റ്റമർ ആണല്ലോ എൻ്റെ ഫണ്ട് എൻ്റെ. അപ്പോൾ CRM പണ്ട് നമ്മൾ ബുക്കിൽ എഴുതി വെക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഇപ്പം ഒരു എൻക്വയറി ജനറേറ്റ് ചെയ്യുന്നിടം മുതൽ ആ കസ്റ്റമറിൻ്റെ ലൈഫ് സൈക്കിൾ മൊത്തം CRM-ൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, കസ്റ്റമർ റിട്ടേൺഷിപ്പ് മാനേജ്മെന്റിലേക്കും ഇത് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ എന്താ പ്രോസസ് ഓട്ടോമേഷൻ വിത്ത് റിഗാർഡ് ടു സെയിൽസ് പ്രോസസ്. ഇതേപോലെ തന്നെ എല്ലാ ചെറിയ ചെറിയ മോഡ്യൂളിലും വെർട്ടിക്കളിലും പ്രോസസ് വാലിഡേഷൻ ഗ്യാപ്പുകളുണ്ടോ? പ്രോസസ് ഓട്ടോമേഷൻസ് കറക്റ്റാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പ്രോസസ് ഓട്ടോമേഷൻ നടത്തുമ്പോഴാണ് പീപ്പിളിന്റെ എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റിയും കൂടുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ERP ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്, ERP എന്ന് പറയുന്നത് എന്താണ്? തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ സൈക്കിളിൽ ഒറ്റ ത്രെഡിൽ ഓടുവാണ്. വർക്ക് ഫ്ലോ എങ്ങും കട്ടാവുന്നില്ല. മനസ്സിലല്ലേ? അപ്പം നമുക്കറിയാവുന്ന പല ഓർഗനൈസേഷൻ ഉണ്ട് ERP ഇംപ്ലിമെന്റേഷൻ നടത്തിയിട്ട് എക്സൽ റിപ്പോർട്ടുകളും ടാലി റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യുന്നത്. ERPയുടെ സാനിറ്റി തന്നെ പോയി. മനസ്സിലായി? അപ്പോൾ ERP നമ്മളത് പ്രോസസ്സിലേക്ക് പറയുകയാണ്. അപ്പോൾ നമ്മളവിടെ പ്രോസസ് ചെക്ക് നടത്തും. പ്രോസസ്സ് നടക്കുമ്പം സാലറി പ്രിപ്പയർ ചെയ്യുന്നത് എക്സലിൽ. മനസ്സിലായി? എക്സൽ ഈസ് വൺ ഓഫ് ദി മാനിപ്പുലേറ്റിംഗ് ടൂൾ. പിന്നെന്താ നടക്കുന്നത്? അവിടുത്തെ സെയിൽസ് ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് എക്സലിൽ. കംപ്ലീറ്റ് എക്സൽ. അതായത് എനിക്ക് തോന്നുന്നു എക്സൽ ഒരു ദിവസം വർക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമായി. അപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എക്സൽ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ 500 രൂപ ഫൈൻ. അപ്പോൾ അങ്ങനെ ചില എക്സൽ റിപ്പോർട്ടിന്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ എക്സൽ റിപ്പോർട്ട് ഉപയോഗിച്ചോളൂ. പക്ഷേ ഓൾ ദി റിപ്പോർട്ട് ഉണ്ടാക്കരുത്. റിപ്പോർട്ട് ഷുഡ് ബി ദെയർ. മനസ്സിലായി? ഞാനിപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ജനറൽ മാനേജർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രി 12 മണിക്ക് ഒരു ഡേറ്റ നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സിസ്റ്റത്തിൽ കയറിയിട്ട് നോക്കാൻ പറ്റണം. എനിക്ക് തോന്നുന്നു ഏറ്റവും എല്ലാ ഫൗണ്ടേഴ്സും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പെയിൻ പോയിന്റ് ആണ് റിപ്പോർട്ടുകളുടെ ആക്യുറസി. എല്ലാവർക്കും അറിയണം ഞാൻ ഇന്ന് ചെയ്ത ഈ ഒരു ആക്ടിവിറ്റിയുടെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്. ആ റിസൾട്ട് ഇപ്പോൾ ബാബു സാറ് പറഞ്ഞ പോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഒരൊറ്റ വാചകത്തിലാണ്. റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല, മറിച്ച് അത് അവിടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഈ പ്രോസസ് ഓട്ടോമേഷൻസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് MD ഡാഷ്ബോർഡ്. MD ഡാഷ്ബോർഡ് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ. MDക്ക് സംശയം തോന്നിയാൽ വീണ്ടും ഒരു ലെവലിലേക്ക് അതിൽ നിന്ന് തന്നെ നോക്കാൻ പറ്റണം. ഡ്രിൽ ഡൗൺ ചെയ്യണം. വീണ്ടും കാര്യം പുള്ളിക്ക് സംശയങ്ങൾ തോന്നും. മനസ്സിലായി? ക്രോസ് ചെക്കിൻ്റെയും സെൽഫ് ചെക്കിനെയും ഭയങ്കരധികം സപ്പോർട്ട് ചെയ്യുന്നതാണ് MD ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ MD ഡാഷ്ബോർഡിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് വേണം നമ്മളത് വളരെ ക്ലിയർ ആയിട്ടിരുന്ന് ടീമുമായിട്ടിരുന്ന് സംസാരിക്കും. MD ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ കമ്പൽസറി ആണ് 5-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് P&L കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ P&L ഉണ്ടാക്കാൻ പാടില്ല, P&L അവിടെ ഉണ്ടാവണം.
സാർ ഇവിടെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ MD ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഏതൊരു സ്ഥാപനത്തിലും സാർ പറയുന്നത് ERP-യിലാണോ CRM എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിന് ആ ഒരു ഓട്ടോമേഷൻ എങ്ങനെ അവരെന്ത് ടൂളും ഉപയോഗിക്കട്ടെ, എന്തായാലും ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാവുമല്ലോ. ബില്ലിംഗ് സോഫ്റ്റ്വെയറുമായിട്ട് ആ ബില്ലിംഗ് സോഫ്റ്റ്വെയറുമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോസസ്സ് ഓട്ടോമേഷൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൂളുകൾ അവൈലബിൾ ആണ്. ഞാൻ കമ്പൽസറി ആയിട്ട് എല്ലാവരോടും പിന്നെ പറയുന്നതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പവർ BI റിപ്പോർട്ട്സ്. ഓക്കെ. പവർ ബിയുടെ തന്നെ അത്ര തന്നെ ഇമ്പോർട്ടൻസോടുകൂടി നമുക്ക് എക്സൽ ഡാഷ്ബോർഡ്സ് ഉണ്ടാക്കാം. പക്ഷേ പവർ ബിയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് മേജറായിട്ടുള്ള മേജർ സോഫ്റ്റ്വെയർ ഏതാണോ അതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അവിടെ ഒരു ബില്ല് അവിടെ ഒരു ബില്ല് ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവിടെ ഒരു പർച്ചേസ് കയറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് MD ഡാഷ്ബോർഡിൽ പർച്ചേസ് വാല്യൂയും ക്വാണ്ടിറ്റിയും എല്ലാം റിഫ്ലക്റ്റ് ആവും. ഇതിന് ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായി? അപ്പം ഡിഫറെൻറ്റ് പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും വിഷ്വലൈസേഷൻ. കാര്യം നമ്മൾ ഒരു വല്ലാണ്ട് ഈ പറയുന്ന വലിയ ക്ലറിക്കൽ ഡേറ്റ ടാബ്ലേഷൻ ഷീറ്റൊന്നും കാണാതെ തന്നെ നമുക്ക് വിഷ്വലൈസേഷൻ ഫാക്ടേഴ്സോടുകൂടി ഇൻക്ലൂഡിംഗ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് നമുക്ക് പവർ BIയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് കൺസൾട്ടിങ് അപ്രോച്ചിൽ നമ്മൾ അവരുടെ ഡേറ്റ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കൊളക്റ്റ് ചെയ്യുക, അതിനെ വിഷ്വലൈസേഷൻ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് വാട്ട് ഈസ് വാട്ട് എന്ന് അറിയാൻ പറ്റുന്നത്. എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നു ഡേറ്റ എന്ന് പറയുന്നതിൻ്റെ ഒരു റെലവൻസ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പോലും അതിലുള്ള ഇപ്പോൾ ഈ പറയുന്ന പോലെ പരമ്പരാഗതമായിട്ട് ഇത് ചെയ്തു വരുന്ന ആളുകളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന സാറിന്റെ അവിടെ ആയിരിക്കും. അപ്പോൾ സാർ പറയുന്ന പോലെ 3 പീസ് പ്രോസസ്സിൽ ഇത്രയും ഗ്യാപ്പ്, ഇത്രയും വലിയ ഏരിയയാണ് പ്രോസസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് 3 ടാബ് പറയുന്നുള്ളെങ്കിലും ഇതിനെല്ലാം ഡ്രിൽ ഡൗൺ ചെയ്ത് പോകുമ്പോൾ ഇന്റർ കണക്റ്റഡും ആണ്, കോംപ്ലിമെന്റിങ് ഈച്ച് അതറുമാണ്. ഞാൻ പ്രോസസ്സ് നോക്കുന്നു, പ്രൊഡക്ഷൻ പ്രോസസ് ബിഗ് ഏരിയ. ഓക്കെ. ആ പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഹ്യൂമൻ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ മൂവ്മെന്റ് അനലൈസ് ചെയ്യാൻ നമുക്ക്. ഓക്കെ. അപ്പോൾ ഈ പ്രോസസ്സ് എവിടെയും ഇടുന്നുണ്ട്, പ്രോസസ് ഓട്ടോമേഷൻ പ്രൊഡക്ഷനിൽ ഇടുന്നുണ്ട് നമ്മൾ. മനസ്സിലായി? അപ്പോൾ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇങ്ങനെ, ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതാണെങ്കിൽ പവർ BI, ടാബ്ലോ പോലുള്ള SPSS പോലുള്ള SPSS കുറച്ചുകൂടെ അക്കാഡമിക് ലെവലിലുള്ളതാണ്. സാധാരണ ഇതിനൊന്നും ഒരു പവർ BI നമുക്ക് അതിൻ്റെ ഫ്രീ വെർഷൻ യൂസ് ചെയ്യാം. നമ്മൾ ഒറ്റ പ്രാവശ്യം ഒരു പവർ BI ഡെവലപ്പറെ കൊണ്ട് കോൺസെപ്റ്റ് അറിയാവുന്ന ഒരു പവർ BI ഡെവലപ്പറെ കൊണ്ട് നമ്മളിത് സെറ്റ് ചെയ്യിച്ചാൽ മതി. എല്ലാ പ്രാവശ്യവും അതിന് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് ആയിരിക്കും, ശരിക്കും പറഞ്ഞാൽ റിയൽ ടൈം ആയിരിക്കും. മനസ്സിലായി? നിങ്ങൾ ഫെയർലി ലാർജ് കമ്പനികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് ഈയിടയ്ക്ക് തന്നെ നമ്മളൊരു വലിയൊരു കമ്പനിയിൽ നമ്മൾ 3 MIS കോർഡിനേറ്ററാണ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവർക്ക് വേറെ ടാസ്ക് കൊടുത്തു. കാര്യം MIS കോർഡിനേറ്റർ വേണ്ട. കാര്യം രാവിലെ MD ഡാഷ്ബോർഡ് പ്രിന്റ് എടുത്ത് MD ടേബിളിൽ വെക്കുന്ന പരിപാടിയില്ല. അതൊക്കെ പോയി. ഇറ്റ് ഷുഡ് ബി ദെയർ. MDയുടെ ടാബിൽ നമുക്ക് MDയുടെ മൊബൈലിൽ നമുക്ക് നോക്കാൻ പറ്റും, MDക്ക് നോക്കാൻ പറ്റും, പവർ BI റിപ്പോർട്ട് ഡാഷ്ബോർഡ് നോക്കാൻ പറ്റും. ഇനി MDക്ക് ഒരു ചെറിയൊരു അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് ഒരു ഡൗട്ട് തോന്നുവാണ്, എനിക്ക് ഇന്ന റിപ്പോർട്ട് ഉണ്ട്, നമ്മൾ വോയിസ് കമൻറ്റ് ചെയ്ത് വാട്സപ്പായിട്ട് ഇൻറ്റഗ്രേറ്റ് വോയിസ് കമൻറ്റ് ചെയ്താൽ മതി. സാർ ഐ നീഡ് ടു ഗെറ്റ് ദ സെയിൽസ് ഡേറ്റ ഓഫ് സോ ആൻഡ് സോ ബ്രാഞ്ച് ഫ്രം ടുഡേ മോർണിംഗ് ടു ടുഡേ ഈവനിങ് എന്ന് പറയുമ്പോൾ ഈ വോയിസ് അവിടെ AI സാധ്യതകൾ നമ്മൾ യൂസ് ചെയ്തു. ഇതിനെ കണക്ട് ചെയ്ത് തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് മാത്രം എടുക്കാൻ പറ്റും. മനസ്സിലായി? പിന്നെ അത് എംപ്ലോയി ഡേറ്റയിലും എംപ്ലോയി എൻഗേജ്മെന്റ് ഡേറ്റയിലും നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ HR മാത്രം നമുക്ക് പവർ BI കണക്ട് ചെയ്യാം. അത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ എംപ്ലോയി എൻഗേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാം. HR നമ്മളിപ്പം ചെയ്ത ഏറ്റവും വലിയ ഡൈനാമിക്സ് എംപ്ലോയി എൻഗേജ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കമ്പനിക്ക് എന്ത് എംപ്ലോയ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ നമ്മളൊരു ബർത്ത്ഡേ ലിസ്റ്റും ഫ്യൂച്ചർ ബർത്ത്ഡേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ 10 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ആൾക്കാരെയും അവിടുത്തെ MD എന്ത് ചെയ്യുകയാണ്, ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ്. അപ്പം 12-ാം തീയതിയാണ് ബർത്ത്ഡേ എന്നെങ്കിൽ 9-ാം തീയതി ആ അദ്ദേഹത്തിനുള്ള MD സൈൻഡ് ഗിഫ്റ്റ് അവിടെ ചെല്ലുന്നു. മനസ്സിലല്ലേ? ആ 12-ാം തീയതി രാവിലെ അവിടുത്തെ ബ്രാഞ്ച് മാനേജറെ MD വിളിക്കുന്നു, ആ എംപ്ലോയിന് ഫോൺ കൊടുക്കാൻ പറയുന്നു, ഈ ഗിഫ്റ്റ് അവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. 10 വർഷമായത് താങ്കൾ എൻ്റെ കൂടെ 10 വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, താങ്ക്സ് ഫോർ ഇറ്റ് എന്ന് പറയുന്നു. അതൊക്കെ ഒരു വലിയൊരു ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.